പക്ഷമറിയാൻ ജനപക്ഷമറിയാൻ നവാവിഷൻ ഒരുക്കുന്ന നമ്മുടെ ചിഹ്നം പടയൊരുക്കം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജനങ്ങളുടെ ശബ്ദം, നേതാക്കന്മാരുടെ നിലപാട്, സ്ഥാനാർത്ഥികളുടെ സന്ദേശം നേരിട്ടറിയുന്നതിനായി നമുക്കിന്ന് കോട്ടക്കൽ നഗരസഭയിലെ കോട്ടൂർ, കാവതികുളം, ആലിൻചുവട്, മുണ്ടിയന്തറ വാർഡുകളിലൂടെ യാത്ര തുടരാം. പത്തൊമ്പതാം വാർഡ് കോട്ടൂരിലെ LDF സ്ഥാനാർത്ഥിയും പ്രവർത്തകരുമാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മുടെ സ്ഥാനാർത്ഥിയാണ് റംലത്ത, കറുത്തെടുത്ത് റംല. വീണ്ടും ഒരു തവണ വാർഡ് മെമ്പറായി കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിരുന്ന ആളാണ്. വീണ്ടും മറ്റൊരു വാർഡിൽ നിന്ന് മത്സരത്തിൽ ഇറങ്ങുകയാണ്. എന്താണ് പറയാനുള്ളത്? നല്ല അഭിപ്രായങ്ങളാണ് എല്ലായിടത്തും ചെല്ലുന്നപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. എല്ലാ വികസന പ്രവർത്തനങ്ങളും ഞാൻ പണിക്കരുണ്ടിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കോട്ടൂരിലും ചെയ്യണമെന്നാണ് ഇത്. ജയിച്ച് വരികയാണെങ്കിൽ എല്ലാ വികസന പ്രവർത്തനങ്ങളും ഞാൻ ഈ വാർഡിലും ചെയ്യും. ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണമൊക്കെ നല്ല പ്രതികരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നല്ല പ്രതികരണമാണ് എല്ലായിടത്തും ചെല്ലുമ്പോഴും നല്ല പ്രതികരണമുണ്ട്. നമുക്കറിയാം കോട്ടൂർ വാർഡ് കാലാകാലങ്ങളായിട്ട് ഇവിടെ ഇപ്പോൾ UDF ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാനും 50 വോട്ടിൻ്റെയൊക്കെ ഒരു ഭൂരിപക്ഷത്തിലായിരുന്നു കഴിഞ്ഞ തവണ വിജയം. ഇത്തവണ ഒരു മാറ്റം ഉണ്ടാവുമോ? അതിനായിട്ട് എന്തൊക്കെയാണ് വോട്ടർമാരോട് പറയുന്നത്? ഒരുപാട് നമുക്ക് കുറേ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്, അവിടെ നിന്നൊക്കെ തന്നിട്ടുണ്ട്. അവർക്ക് ഓരോരോ റോഡിൻ്റെ കാര്യമായാലും ഒരുപാട് പെൻഷന് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജയിച്ച് വരികയാണെങ്കിൽ എല്ലാ ഇതും അവരുടെ കൂടെ എന്നും ഞാൻ ഉണ്ടാവും. എന്തൊക്കെയാണ് ഇപ്പോൾ ആ ഒരു 5 വർഷം പണിക്കർകുണ്ടിൽ ചെയ്ത ഒരു വികസനങ്ങളൊക്കെ ഇവിടെ അവരോട് പറയുന്നുണ്ട്? വികസനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അംഗൻവാടി 22 വർഷമൊക്കെ പഴക്കമുള്ള ഒരു സൗകര്യമില്ലാത്ത അംഗൻവാടിയെന്ന് അതിപ്പോൾ നമ്മൾ അതിൻ്റെ ശേഷം അത് ശരിയാക്കി. റോഡ് എല്ലാ കാര്യങ്ങളും 12 വീടുണ്ട് PMAY ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മളവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടേക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികളൊക്കെ നല്ല രീതിയിൽ നടപ്പിലായിട്ടുണ്ടോ? ഈ വാർഡിൽ കഴിഞ്ഞ ഒരു ഭരണത്തിൽ ജനങ്ങൾ എന്താ പറയുന്നത്? അല്ല, സർക്കാരിൻ്റെ ഒരു പദ്ധതിയായിട്ടൊന്നും ഇവിടെ നടന്നിട്ടില്ല. പിന്നെ കുടിവെള്ളക്ഷാമമുണ്ട്, പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ജയിച്ച് വരികയാണെങ്കിൽ സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്യും. പിന്നെ കൂടുതലായിട്ട് എന്തൊക്കെയായിരിക്കും ചെയ്യാൻ പോകുന്നത് ഈ ഒരു വാർഡിന് വേണ്ടിയിട്ട്? വോട്ട് എവിടെ വരുന്നത്? ഏത് വാർഡിലാണ് വോട്ട്? 19-ാം വാർഡ് ഇവിടെ LP സ്കൂളിലാണ് വരുന്നത്. ഇവിടുത്തെ ജനങ്ങളൊക്കെ ഓരോ വീടുകളിലും ചെന്ന് കണ്ടോ? എല്ലാവരെയും കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് നമ്മൾ പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യം ഈ വാർഡിലില്ല. എല്ലാവർക്കും നമ്മളെ പരിചയമാണ്. ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ നാടാണ് കോട്ടൂർ. ഇത്തവണ വിജയിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ്? ഉറപ്പാണ് വിജയിക്കും. എങ്ങനെയുണ്ട് പ്രവർത്തനമൊക്കെ, പര്യടനമൊക്കെ ഒരു ഘട്ടമൊക്കെ കഴിഞ്ഞു? നല്ല പ്രതികരണമാണ് വോട്ടർമാരുടെ നിന്ന്, നാട്ടുകാരുടെ നിന്ന്. പിന്നെ റംലാത്തനെ സംബന്ധിച്ച് കോട്ടൂരിലെ ആളാണ് റംലാത്ത. പണിക്കർകുണ്ടിലേക്ക് കെട്ടിച്ചു കൊണ്ടുപോയി കോട്ടൂരിൽ ജനിച്ചു വളർന്നാണ്. ഒരു ആൾക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എല്ലാ വീട്ടിൽ നിന്നും വളരെ പോസിറ്റീവായ നല്ല അഭിപ്രായമാണ്. ഇക്കുറി ഒരു മാറ്റം ഉണ്ടാവും. 2-3 തവണ വളരെ നേരിയ വ്യത്യാസത്തിനാണ് നമുക്ക് ഇടതുപക്ഷത്തിന് ഈ വാർഡ് നഷ്ടപ്പെട്ടത്, കയ്യിൽ നിന്ന് വഴുതിപ്പോയത്. അത് കുറി തിരിച്ചു പിടിക്കും. ഇടതുപക്ഷം നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. ജനങ്ങളുടെ നല്ല പ്രതികരണമാണ്. പിന്നെ പണിക്കർകുണ്ടിൽ റംലാത്ത ചെയ്ത ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ അതിൻ്റെ ഒരു തുടർച്ച അവിടെ അതിൻ്റെ വീണ്ടും അവിടെ ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു രീതിയിൽ കോട്ടൂരും ഇക്കുറി വാർഡ് നമുക്ക് LDF പിടിച്ചെടുക്കും. അതിൻ്റേതായ ഗുണം ഈ നാട്ടുകാർക്ക് ഉണ്ടാവുകയും ചെയ്യും. ഈ വാർഡ് വിഭജനത്തിൽ ഈ കോട്ടൂർ വാർഡിന് വന്നിട്ടുണ്ടോ, ഉൾപ്പെട്ടിട്ടുണ്ടോ? കോട്ടൂരിൻ്റെ ചില വീടുകളോ അങ്ങനെയൊക്കെ? കോട്ടൂരിൻ്റെ ഒരു ചെറിയ ഭാഗം മുണ്ടിയന്തറ വാർഡിക്ക് പോയിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഈ വാർഡ് ജയിക്കാൻ കഴിയും. ഒരു 3 തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി 3 തെരഞ്ഞെടുപ്പിൽ 50 വോട്ടിന് താഴെയാണ് നമുക്ക് LDFന് ഈ വാർഡ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അത് ഇക്കുറി തിരിച്ചു പിടിക്കുന്ന ഞങ്ങളുടെ സ്ഥാനാർത്ഥിൻ്റെ മികവും അവരുടെ അനുഭവ സമ്പത്തും ഒക്കെ ഞങ്ങൾക്ക് അത് മുതൽക്കൂട്ടാവും. LDF വിജയിച്ച് വരികയാണെങ്കിൽ ഈ വാർഡിൽ ആദ്യം എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? പ്രധാനമായിട്ടും ഇവിടെ നിങ്ങൾക്കറിയാലോ, ഇവിടെ കുടിവെള്ളക്ഷാമം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. അതിനായിരിക്കും മുഖ്യ പരിഗണന. പിന്നെ മറ്റ് സാമൂഹ്യക്ഷേമ പദ്ധതികളൊക്കെ ഇപ്പോൾ 10 വർഷമായിട്ട് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പിണറായി സർക്കാരിൻ്റെ
പിന്നെ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ മാക്സിമം ചെയ്യും. മുന്നും ചെയ്തിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്ന ഈ റോഡ് മുതൽ പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ മുഖ്യമന്ത്രിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടായാലും കുറേ ചികിത്സാ സഹായങ്ങൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പ്രളയ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് കുറേ റോഡുകൾക്ക് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും പിന്നെ ഇനിയും LDF ആണ് കേരളം ഭരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ഫണ്ട് ഉപയോഗിച്ച് മാക്സിമം ഈ വാർഡിന് ചെയ്യാൻ കഴിയണ ചെയ്തിരിക്കും. എന്താ പറയാനുള്ളത്? തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ എങ്ങനെ പോണു? തെരഞ്ഞെടുപ്പ് ചൂടിൽ മുമ്പത്തെ 3 വർഷം ഒരു പറഞ്ഞ മാതിരി മുമ്പത്തെ 3 വർഷം നേരിയ ഒരു വ്യത്യാസത്തിലാണ് പരാജയപ്പെട്ടു പോയത്. ഇപ്പോഴത്തെ ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്കൊരു വിജയപ്രതീക്ഷയിലാണ്. അതുകൊണ്ട് ഇത്തവണ ആ കുറഞ്ഞ ഭൂരിപക്ഷം നേടാൻ വേണ്ടി, വിജയിച്ചു വരാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ പൊതുപ്രവർത്തനം ജനങ്ങൾക്ക് അറിയാം. ഇവിടെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഒരു ഇത് ഇവിടുത്തെ പ്രവർത്തകരെ നമുക്കറിയാം, ഈ വാർഡ് ഭരിച്ചത് UDF ആണെങ്കിലും LDF പുറത്തു നിന്നുകൊണ്ട് എന്തൊക്കെയാണ് ഈ വാർഡിന് വേണ്ടി ചെയ്തിട്ടുള്ളത്? പൊതുപ്രവർത്തന രംഗത്തായാലും ഇത് ഇവിടെ കുടിവെള്ള പദ്ധതി എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റിയിൽ ഇതിൻ്റെ അടുത്ത് ഒരു ഇടതുപക്ഷ പിന്നെ LDFൻ്റെ വാർഡായിരുന്നു അടുത്ത്. ആ വാർഡിൽ മാത്രമാണ് ഇവിടെ കുടിവെള്ള പദ്ധതി വന്നിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഒരു കുടിവെള്ള പദ്ധതി കൊണ്ടുവരണം. അത് നമ്മളെ റംലാത്ത് ജയിച്ചു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കുടിവെള്ള പദ്ധതി കൊണ്ടുവരും. എന്താ പറയാനുള്ളത് ഈ വാർഡിൽ മൊത്തത്തിലുള്ള ഒരു ജനങ്ങളുടെ ഒരു പ്രതികരണമൊക്കെ? പ്രതീക്ഷ ഉണ്ട് നമുക്ക്. മറ്റുള്ള പ്രാഥമിക കാര്യങ്ങളൊക്കെ, ഇപ്പോൾ റോഡുകൾ, അതുപോലെ ഈ ഇങ്ങനെ സ്വാഭാവികമായിട്ടുള്ള പ്രശ്നങ്ങൾ, തെരുവുനായ ശല്യം, അങ്ങനെ മാലിന്യ സംസ്കരണം, ഇതൊക്കെ ഈ വാർഡിൽ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ? അത്ര അതൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല. LDF വിജയിച്ചു വരികയാണെങ്കിൽ അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള രൂപരേഖയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടോ? രൂപരേഖ നമ്മൾ മുതിർന്ന ആൾക്കാരെയാണ്. അത് നമ്മൾ വിജയിക്കുകയല്ലേ? ആദ്യം വിജയിക്കട്ടെ. ജനങ്ങളൊക്കെ നല്ല പോസിറ്റീവായിട്ട് ജനങ്ങളെ എങ്ങനെയുണ്ട്? എന്താ പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തുനിന്ന്? ജനങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല പ്രതികരണമാണ്. അവർ നല്ല ഇത് തന്നെയാണ്. 15 കൊല്ലമായി ഇപ്പോൾ അവിടെ UDF ഭരിക്കണം ഈ വാർഡ്. അതും നേരിയ ഭൂരിപക്ഷത്തിനാണ് LDFന് നഷ്ടപ്പെട്ടത്. എന്നാലും ഞങ്ങൾ ചെല്ലുന്നിടത്തൊക്കെ നല്ല ഇതാണ്, ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഇതാണ് പറയുന്നത്. ഒരു വട്ടമൊക്കെ എല്ലാ വീടുകളും എത്തിയോ? എല്ലാ വീടും എത്തി. എല്ലാവരും നല്ല പ്രതികരണമാണ്. ഒരു സമ്മാനമാണ്. ആശംസകൾ നേരുന്നു. ഇരുപത്തിരണ്ടാം വാർഡ് മുണ്ടിയന്തറയിലെ LDF സ്ഥാനാർത്ഥി ദീപ ടീച്ചറും പ്രവർത്തകരുമാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്കറിയാം, വാർഡ് രൂപീകരണത്തിൻ്റെ ഭാഗമായി വന്നൊരു പുതിയ വാർഡാണ് മുണ്ടിയന്തറ. ഇവിടെ ആദ്യം സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോവുകയാണ് LDFൻ്റെ. എന്താണ് തോന്നുന്നത്? വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ഒരു പുതിയ വാർഡാണ്. അതിൻ്റെ ആദ്യത്തെ സ്ഥാനാർത്ഥിയായി നിൽക്കാൻ കഴിഞ്ഞത് തന്നെ വളരെ സന്തോഷത്തോടെ കാണുന്നു. പിന്നെ വിജയിക്കും എന്ന ഒരു ശുഭപ്രതീക്ഷ, 100% വിജയിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയോട് കൂടി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഈ വാർഡിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്? ഈ വാർഡിൽ കോട്ടൂർ വാർഡിൽ നിന്നുള്ള കുറച്ച് ഭാഗമുണ്ട്, അതേപോലെ ആമ്പാറ, പിന്നെ അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ ഒന്നിച്ച് ചേർന്നിട്ടാണ് ഈ പുതിയ വാർഡ് ഉണ്ടായിട്ടുള്ളത്. ഇത് LDFന് അനുകൂലമായിരിക്കുമോ? എന്താ തോന്നുന്നത്? ആയിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. വോട്ട് അഭ്യർത്ഥിച്ച് എല്ലാ വീടുകളിലും എത്തിയോ? എല്ലാ വീടുകളിലും എത്തി. ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണമൊക്കെ എങ്ങനെ? വളരെ നല്ല പോസിറ്റീവോട് കൂടിയിട്ട് തന്നെയാണ് എല്ലാവരും സമീപിച്ചിട്ടുള്ളത്. എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് എല്ലാവരും പറയുന്നത്. ഈ വിജയിച്ചു വരികയാണെങ്കിൽ മുണ്ടിയന്തറ വാർഡിന് വേണ്ടി എന്തായിരിക്കും ആദ്യം ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ നമ്മൾ വീടുകളിൽ പോയിരുന്ന സമയത്ത് പല വീടുകളിൽ നിന്നും നമ്മളടുത്ത് പല കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ ചിലർക്ക് കുടിവെള്ളത്തിൻ്റെ പ്രശ്നമായിരിക്കും, ചിലർക്ക് റോഡിൻ്റെ പ്രശ്നമായിരിക്കും. അപ്പോൾ എന്താണോ ആളുകളുടെ ആവശ്യം അതിനനുസരിച്ച് അവരുടെ ആവശ്യം കണ്ടറിഞ്ഞ് അവരിൽ ഒരാളായി നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യും. പിന്നെ സ്ത്രീകൾക്ക്, വനിതകൾക്ക് വേണ്ടി അങ്ങനെയൊക്കെ എന്തെങ്കിലും പദ്ധതികളൊക്കെ മനസ്സിലുണ്ടോ? അത് വിജയിച്ച് കഴിഞ്ഞാൽ വനിതകൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും എല്ലാവർക്കും വേണ്ടിയിട്ട് അവർക്കൊക്കെ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ള പ്രശ്നം തന്നെയാണല്ലേ, മറ്റു വാർഡുകളിലുള്ള പോലെ തന്നെ? അതെ, കുടിവെള്ള പ്രശ്നമാണ് ഇപ്പോൾ പറഞ്ഞു കേട്ടിടത്തോളം ഉണ്ടായിട്ടുള്ളത്, ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇത് പല വാർഡുകളിൽ പെട്ടിരുന്ന വീടുകളാണല്ലോ. അവരൊക്കെ എന്താ പറയുന്നത്? ഈ കഴിഞ്ഞ ഒരു ഭരണത്തിൽ വികസനമൊക്കെ വേണ്ട രീതിയിൽ എത്തിയിട്ടുണ്ടോ? ചില സ്ഥലങ്ങളിൽ എത്തിയിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ എന്നാൽ എത്താത്ത അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്.
അപ്പോൾ നമ്മൾ എല്ലാം കൂടെ കണ്ടറിഞ്ഞ് അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കും. തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ആദ്യമായിട്ടാണോ വരുന്നത്? അല്ല, ഇതിനു മുന്നേ ഒരു ബൈ ഇലക്ഷനിൽ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു ചെറിയൊരു വ്യത്യാസത്തിൽ പരാജയപ്പെട്ടു. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ കൂടുതൽ കരുത്തോട് എതിർപക്ഷം ഇങ്ങനെ പൊതുവെ പറയുന്ന ഒരു ആരോപണമാണ് പാർട്ടി ചിഹ്നം ഇല്ല എന്നുള്ളത്. അതൊരു എന്നാലും ടീച്ചർ ഈ പാർട്ടിയുടെ ചിഹ്നത്തിൽ തന്നെയാണ് മത്സരിക്കുന്നത്. എന്ന് തൊട്ടാണ് ഈ ഒരു രാഷ്ട്രീയത്തിലേക്കൊക്കെ വരുന്നത്? കോളേജിലൊക്കെ ഉള്ളപ്പോഴേ ഉണ്ടോ? കോളേജ് മുതൽ തന്നെ നമ്മൾ ഈ പാർട്ടിയിൽ തന്നെയാണുള്ളത്. SFIയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വ്യക്തമായൊരു രാഷ്ട്രീയ നിലപാടിലാണല്ലേ വളർന്നു വന്നതൊക്കെ? അതെ, ആ ഒരു രാഷ്ട്രീയ നിലപാടോടുകൂടി തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ വാർഡിൽ നിന്ന് കുറച്ച് കൂട്ടി വിട്ടതാണ്. ഞങ്ങൾ 71ക്ക് പോയി, ഈ കുട്ടി ഇങ്ങോട്ടും വന്നു. പക്ഷെ നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും. ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് ഇത് രക്ഷപ്പെടുന്നു. ഞങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയും കൂടിയാണ്. സാധാരണ സ്ഥാനാർത്ഥിനെക്കാട്ടിലും കുറച്ചും കൂടിയും ലോകപരിചയവും എല്ലാം കൊണ്ടും കഴിവുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് ആ കുട്ടി ജയിച്ചു വരുന്നും നമ്മൾ ഈ വാർഡ് ഒരു പുതിയ വാർഡാവുകൊണ്ട് പുതിയൊരു മാറ്റത്തിന് ശ്രമിക്കുമെന്ന് ഉറപ്പ്. പുതുതായിട്ട് എന്തൊക്കെയാണ് ഈ വാർഡിന് വേണ്ടത്? കുടിവെള്ളം പറയുന്നത്, കുടിവെള്ളക്ഷാമുണ്ട്, അത് നടത്തണം. പിന്നെ റോഡുകൾ, ചില റോഡുകൾ ചെറിയ ഇടവഴികളുണ്ട്, അതൊക്കെ നേരെയാക്കി കൊടുക്കണം. ഇതൊക്കെ അവരുടെ ജയിച്ചു വന്നാൽ ആ വക കാര്യങ്ങൾ കൂടുതൽ കൊടുക്കും അതിന് വേണ്ടിയിട്ട്. തീർച്ചയായാലും ഔട്ടി ജയിക്കും എന്നുള്ള നല്ല വിശ്വാസമുണ്ട്. എന്താണ് പറയാനുള്ളത്? വോട്ടർമാരൊക്കെ വീട്ടിലൊക്കെ എത്തി. നല്ല അഭിപ്രായങ്ങളാണ്. ദീപ ടീച്ചർ നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കും. ആമ്പാറ വാർഡ് ഫസ്റ്റ്, ഈ മുണ്ടിയന്തറ വാർഡ് LDFൻ്റെ കയ്യിലെത്തും. പിന്നെ 50-60 വർഷമായിട്ട് മുനിസിപ്പാലിറ്റി വലിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ആ ഒരു ഭരണത്തിൽ ഞങ്ങൾ പറയാതെ തന്നെ നിങ്ങളെ ചാനലുണ്ടാവും. 6 തന്നെ സ്ഥാനാർത്ഥികൾ പിന്മാറിയിട്ട് LDFനെ കൂട്ടുപിടിച്ചിട്ട് ഒരു മാസം പോരം ഭരണം നടത്തി. അതിപ്പോൾ ആ ഭരണത്തിൻ്റെ ഒരു മോശമാണല്ലോ, മുനിസിപ്പാലിറ്റീൻ്റെ ഒരു കഴിവുകേടാണല്ലോ അത് അങ്ങനെ വരാൻ കാരണം. അതായത് കഴിഞ്ഞ ഇതിൽ 6 ആൾക്കാർ മാറിയിട്ട് LDF കൂട്ടുപിടിച്ചിട്ട് കുറച്ച് അതൊക്കെ ഒരു പ്രതീക്ഷയാണല്ലേ ഇത്തവണ. അപ്പോൾ ഭരണത്തിൻ്റെ ഒരു കഴിവുകേടാണല്ലോ അത് വേണ്ടത്. ഇപ്രാവശ്യം മുനിസിപ്പാലിറ്റി ഒന്ന് റെഡി ആയിട്ട് മറിയണം എന്നുള്ള ഒരു ആഗ്രഹം ജനങ്ങളിൽ ഇടയിലുണ്ട്. അത് ജനങ്ങളിപ്പോൾ ഇപ്രാവശ്യം വോട്ടായിട്ട് മാറ്റും. എന്താണ് പറയാനുള്ളത്? എങ്ങനെയുണ്ട് ജനങ്ങളുടെ ഒരു പ്രതികരണം? നല്ല ആത്മവിശ്വാസമുണ്ട് ഞങ്ങൾക്ക്. ഈ വാർഡിൽ ഇതൊരു പുതിയ വാർഡാണ്. ഈ വാർഡിനകത്ത് ദീപ ടീച്ചർ നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും. നല്ല കഴിഞ്ഞ കാലത്തെ വികസന പ്രവർത്തനങ്ങൾ, മുന്നേ ആമ്പാറ വാർഡായിരുന്നു ഇത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞങ്ങൾ ഇപ്പോൾ ഈ കുടിവെള്ളക്ഷാമത്തിനെ കുറിച്ച് പറഞ്ഞു. ഈ വാർഡിനകത്ത് 5 പ്രാദേശിക കുടിവെള്ള പദ്ധതികൾ ഈ വാർഡിനകത്ത് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ ജനങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ, ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് പൂർണ്ണ ആത്മവിശ്വാസമുണ്ട്. എങ്ങനെയുണ്ട് ഇത്തവണ? എങ്ങനെയായിരിക്കും LDFൻ്റെ മൊത്തത്തിലുള്ള ഒരു കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലുള്ള ഒരു പ്രകടനം എങ്ങനെയായിരിക്കും? മൊത്തത്തിൽ നല്ല ഒരു മാറ്റമാണ് കാണുന്നത്. പഴയ കാലത്തെ അപേക്ഷിച്ച് ജനങ്ങളുടെ ഇടയിൽ നിന്ന് നല്ല പ്രതികരണങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ലൊരു വിജയം ഉണ്ടാവും. മുനിസിപ്പാലിറ്റി LDF ഭരിക്കുന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് ഞങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇപ്പോഴത്തെ പുതിയ വാർഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇതിൽ ഞങ്ങൾക്ക് ഈ വാർഡിൽ നല്ല ഭൂരിപക്ഷത്തോടു കൂടി പല വീടുകളിലും ചെല്ലുമ്പോഴും ഞങ്ങൾ 2-3 പ്രാവശ്യമൊക്കെ ഞങ്ങൾ പര്യടനങ്ങളൊക്കെ കഴിഞ്ഞു. എന്തായാലും നല്ല പോസിറ്റീവ് ഇതാണ്. 100% വിജയിക്കുന്നുള്ളതാണ്. പിന്നെ വിജയിച്ച് കഴിഞ്ഞാൽ എന്നും ജനങ്ങളോടൊപ്പം ഞങ്ങൾ ഈ കാലങ്ങളായിട്ടും ഞങ്ങൾ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ടൊരു ഇതാണ് ഞങ്ങൾക്കിപ്പോൾ ഈ പോസിറ്റിവിറ്റി കിട്ടുന്നത്. ജനങ്ങളുടെ അടുത്ത് നല്ല അഭിപ്രായങ്ങൾ കേൾക്കുന്നത്. ഇനിയും ഇവിടെ നിന്നൊക്കെ എന്തൊക്കെ ഫണ്ടുകളാണോ നമ്മളെ സർക്കാരിൽ നിന്നാണെങ്കിലും പല ഏജൻസികളിൽ നിന്നാണെങ്കിലും എന്ത് ഫണ്ടുകളാണോ അതൊക്കെ ഈ വാർഡിലേക്ക് കൊണ്ടുവരാൻ നോക്കും. എല്ലാ മേഖലയിൽപ്പെട്ട ജനവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്കും നല്ലത് ചെയ്യാൻ നോക്കും. അവരോടൊപ്പം നിന്ന് ഞങ്ങളെ ഒരു ക്യാപ്ഷൻ തന്നെ സൗഹൃദമാണ് അടിത്തറ, ലക്ഷ്യം ജനക്ഷേമം. അതാണ് ഞങ്ങൾ എല്ലാ പോസ്റ്ററുകളിലും ഞങ്ങളൊരു മുഖമുദ്രയാക്കി വെച്ചിട്ടുള്ളത്. അത് ഇനിയും കൂടുതൽ കരുത്തോടു കൂടി മുന്നോട്ട് പോകും. അതിന് ഇവിടെ പ്രസ്ഥാനം ഞങ്ങളെ LDFും എല്ലാ സംവിധാനങ്ങളും ഒറ്റക്കെട്ടായി. എന്തൊക്കെയുണ്ട്? എങ്ങനെ പോണു? നല്ല ഉഷാറായി പോകണ്ടോ? ഉഷാറാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. നമ്മളെ വാർഡിൽ ഷൈനെക്സ് നൽകുന്ന ഒരു സമ്മാനമാണ്. ആശംസകൾ നേരുന്നു. താങ്ക് യു. മുണ്ടിയന്തറയിലെയും കോട്ടൂരിലെയും UDF സ്ഥാനാർത്ഥികളും പ്രവർത്തകരുമാണ് നമ്മുടെ കൂടെയുള്ളത്. മുണ്ടിയന്തറയിലെ
സ്ഥാനാർത്ഥിയാണ് സമീറ. എങ്ങനെയുണ്ട് ഇതാ ഒരു പുതിയ വാർഡ് രൂപപ്പെട്ടതാണ് ഇപ്പോൾ, എങ്ങനെയുണ്ട്? ടൈമിൽ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറവാണ്. 4ാമത്തെ റൗണ്ടാണിത്. പിന്നെ ആൾക്കാരൊക്കെ നല്ല പരാതിയാണ് പറയേണ്ടത്. 4ാമത്തെ റൗണ്ട് എത്തി. പിന്നെ പന്നിശല്യം ഇവിടെ മെയിൻ കൃഷിയാണ്. അപ്പോൾ വാഴ, ചേമ്പ്, ചേന അങ്ങനത്തെ കാര്യങ്ങൾ പന്നിശല്യം ഉണ്ടായിട്ട് അതൊരിത്. പിന്നെ തെരുവ് നായ ആക്രമണം, പിന്നെ കുടിവെള്ള പദ്ധതി ഇതില്ലേ പ്രശ്നം അത് നല്ല ഉണ്ട്. കോളനി ഭാഗത്ത് 2 വീട്ടുകാർക്ക് എന്താ വെള്ളം കിട്ടാതെ കട്ടാക്കി അങ്ങനെയൊക്കെ ഒരു പ്രശ്നം അവർ പറയുന്നുണ്ട്. പിന്നെ റോഡിൻ്റെ അരികളൊക്കെ തുറന്ന് കിടക്കുക അങ്ങനത്തെ പരാതികളൊക്കെ ഉണ്ട്. അപ്പം മുണ്ടിയന്തറയിൽ അങ്ങനെ വേണ്ട രീതിയിൽ വികസനമൊന്നും എത്തിയിട്ടില്ല എന്നാണോ പറയുന്നത്? ഇതുവരെ 20 വർഷമായിട്ട് അവരെ കയ്യിൽ ഇനിയില്ലേ LDF ഭരിക്കേണ്ട. ഇത് പല ഭാഗങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ. മുണ്ടിയന്തറ എന്ന് പറയുമ്പോൾ LDF ഭരിച്ച വാർഡുകളും UDF ഭരിച്ച വാർഡുകളും ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. മൊത്തത്തിലുള്ള ഒരു വികസനം എങ്ങനെയാണ് ഈ വാർഡിൽ? മൊത്തത്തിൽ എന്തൊക്കെയാണ് ജനങ്ങൾ പറയുന്നത്? ജനങ്ങൾ തന്നെ റോട്ടും മഴ വർഷകാലയിൽ കുടിവെള്ള ഇതിൻ്റെ ഇതുണ്ട്. പിന്നെ വർഷക്കാലമായാൽ റോഡ് സൈഡൊക്കെ തൂർന്ന് കിടന്ന് മുറ്റത്തേക്കൊക്കെ വെള്ളം ഒലിക്കുകയാണ്. അത് പിന്നെ കിണർ നിറഞ്ഞൊഴുകിയ വേസ്റ്റ് വെള്ളം ഇക്കാണ്ട് കക്കൂസ് വെള്ളം അതൊക്കെ വേസ്റ്റ് അങ്ങനെയൊക്കെ കുറേ പരാതികൾ പറഞ്ഞിരിക്കണം. അതൊക്കെ ഒരു പരിഹാരം കാണണം എന്നുള്ള ഒരിതാണ് പറയേണ്ടത്. വിജയിച്ചു വരികയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും ചെയ്യാൻ പോകുന്നത്? വിജയിച്ച് വരികയാണെങ്കിൽ ഇതിനൊക്കെ ഒരു പരിഹാരം കാണുമായിരിക്കും. കാണുമായിരിക്കും ഇൻഷാ അല്ലാ. കോട്ടൂരിലെ UDF സ്ഥാനാർത്ഥിയാണ് ശബന. എങ്ങനെയുണ്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം? എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഇതുവരെ വീടുകളിലൊക്കെ പോയിട്ട് നമുക്ക് എല്ലാവരും ഒരുപോലെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ UDFന് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. വർഷങ്ങളായിട്ട് ഈ കോട്ടൂർ വാർഡ് UDFൻ്റെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ വികസനമൊക്കെ വേണ്ട രീതിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. വികസനമൊക്കെ ഒരുപാട് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആളുകൾക്ക് 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ ഇതുവരെ ആയിട്ട്. ചിലർക്ക് റോഡാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ കുടിവെള്ളത്തിൻ്റെ ഒരു വീട്ടുകാരാണ് പറഞ്ഞത്. അപ്പോൾ ഇതുവരെ വികസനങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. ഇനിയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇനിയും തുടർന്ന് പോകണമെന്നാണ് നമ്മളുടെ ആവശ്യം. എങ്ങനെയുണ്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണമൊക്കെ? ജനങ്ങൾ നല്ല സപ്പോർട്ടാണ്. കാരണം ഈ ഇടതുപക്ഷത്തിൻ്റെ മൊത്തത്തിലുള്ള ഭരണം ആകെ പ്രയാസപ്പെടുത്തുകയാണല്ലോ. നിങ്ങൾക്കറിയാം, ഇവിടെ ഒരു ചെറിയ വീട് വെക്കണമെങ്കിലുള്ള ഒരു പ്രയാസം. ആദ്യം ആ വീട് വെക്കാനുള്ള ഒരു പ്ലാനിന് എന്തൊരു 10-500 രൂപ ഉള്ളതാണ് 15,000 റുപ്യ. ഒരു സാധാരണക്കാരന് വീട് വെക്കാൻ സാധിക്കുമോ? അതും കൂട്ടിക്കുകയാണ്. എന്താ ഇവിടെ അവർ ഉപദ്രവിക്കുന്നത്? ഇവിടെ എന്ത് വികസനം ഈ കോട്ടൂർ നടന്നിട്ടുണ്ടെങ്കിൽ അത് ആദ്യം ഞങ്ങളുടെ സ്കൂൾ മാനേജറായ ഇബ്രാഹിം ഹാജി അദ്ദേഹം ഇവിടെ മുനിസിപ്പൽ ആകുന്നതിന് മുമ്പ് ഇവിടെ നടന്ന നമുക്ക് എണ്ണി പറയുന്ന ഇവിടെയുള്ള ചെറിയ ചെറിയ പാലങ്ങളും റോഡുകളും മുഴുവൻ എന്തിനു പറയുന്നത്, ഈ കോട്ടൂർ കാടാമ്പുഴ റോഡ്, ആ റോഡൊക്കെ വെട്ടിയത് ഇബ്രാഹിം ഹാജിൻ്റെ കാലത്താണ്. ഇവിടെയുള്ള മെയിൻ ഇത്. അതിൻ്റെ ശേഷം വന്നതാണ് മുനിസിപ്പാലിറ്റി വന്നപ്പോൾ കാസിമൗലവിയാണ് മറ്റുള്ള ഇവിടെ നമുക്ക് പറയാവുന്നതെല്ലാം. അതുപോലെ തന്നെ ശേഷം ആരാണ് ലൈല റഷീദ് അവരും തന്നെ. അതുപോലെ തന്നെ പിന്നീട് ഇപ്പോൾ വന്ന മാനു, അതും ഈ ഇബ്രാഹിം മകനാണ്, സഫീർ അസലം. അവരൊക്കെ ചെയ്തതാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റിയ കുട്ടികളാണ് ഇപ്പോൾ ഇതായി നിൽക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇവിടെ ഒരു LP സ്കൂളിൽ ഒരു പരിപാടി. LP സ്കൂൾ പറഞ്ഞാൽ ആ നാടിൻ്റെ പരിച്ഛേദമാണ്. ഹിന്ദുവും മുസ്ലിമും പാവപ്പെട്ടനും വലിയവരൊന്നുമില്ല, ആ പരിച്ഛേദമാണ് അവിടെ. അവിടെയുള്ള ഇതിലൊക്കെ ഞങ്ങളെ മാനു, ലൈല റഷീദ് ഇവരെ പോലുള്ള ആളുകൾ അവരുടെ എല്ലാ കാര്യത്തിലും കിറ്റ് കൊടുക്കുക എല്ലാ കുട്ടികൾക്കും. നിങ്ങൾ ചോദിച്ചു നോക്കൂ, എല്ലാ കുട്ടികളും. അതാ ഒരു സമുദായം നോക്കിയിട്ടല്ലല്ലോ ഒരു LP സ്കൂൾ എന്ന് പറയുന്നത്. മദ്രസയിലല്ല കൊടുക്കുന്നത്, ഒരു സ്കൂളിലാണ് കൊടുക്കുന്നത്. അതിൻ്റെ പരിച്ഛേദമാണ്. ഹിന്ദു മുസ്ലിം മറ്റതൊന്നും നോക്കാതെ, പാവോട്ട് നോക്കാതെ അവർക്ക് മുഴുവൻ കിറ്റ് കൊടുത്തു അവർ. അതുപോലെ തന്നെ ഇവിടെ റോഡ് മൂപ്പര് സ്വന്തം ഫണ്ട് എടുത്ത് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് വികസനം, പിന്നെ കുടിവെള്ളം, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനൊരു തുടർച്ച കിട്ടാൻ UDF വിജയിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. ഭൂരിപക്ഷം കൂട്ടണം എന്നാണ് ഞങ്ങളുടെ. കഴിഞ്ഞ തവണ കോട്ടൂർ വാർഡിൽ നമുക്കറിയാം ഒരു 50 വോട്ടിൻ്റെയൊക്കെ ഭൂരിപക്ഷമാണ്. ഇത്തവണ അത് എങ്ങനെയായിരിക്കും? എൻ്റെ അഭിപ്രായം 100ൻ്റെ മീതെ ഉണ്ടാവാനാണ് സാധ്യത. അതുകൊണ്ട് വിജയിക്കും, നല്ല ഭൂരിപക്ഷത്തോട് വിജയിക്കും. ഇനിയും ഞങ്ങൾക്ക് പലതും ഇവിടെ കിട്ടാനുണ്ട്.
അതൊക്കെ ഞങ്ങൾ നേടിയെടുക്കും. ഇനി എന്തൊക്കെയാ ചെയ്യാൻ പോവാ ഈ വാർഡിന് വേണ്ടിയിട്ട്? ഈ വാർഡിന് വേണ്ടിയിട്ട് ഞങ്ങൾക്കിപ്പോൾ ഒരു ചില റോഡുകൾ ആളുകൾ സ്ഥലം വിട്ട് വരാത്തത് കൊണ്ട് റോഡ് കെട്ടാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്. അത് ഞാൻ ഒരു ഊർജ്ജസ്വലമായി ഞങ്ങൾ പ്രവർത്തനം നടത്തും. അതുപോലെ തന്നെ ഇവിടെ ഈ ആയുർവേദശാലയ്ക്ക് മരുന്ന് പറിക്കുന്ന ആളുകൾക്ക് ഈ മരുന്ന് കൃഷി ചെയ്യാൻ ആ കൃഷി ചെയ്യുന്നവർക്ക് സബ്സിഡിയും കാര്യങ്ങളൊക്കെ കൊടുക്കണം. പാവപ്പെട്ട കുറേ ആൾ കൃഷി ചെയ്യുന്നുണ്ട്, അവർക്കത് കൊടുക്കണം. അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകൾ വിദ്യാഭ്യാസം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സഹായ സഹകരണങ്ങൾ വേണം. പിന്നെ മൈതാനം വേണം. ഇവിടെ നിന്ന് പല കുട്ടികൾക്കും ആവശ്യമുണ്ട്. എങ്ങനെ പോണു? പ്രചരണമൊക്കെ ഉഷാറായി പോണില്ലേ? പ്രചരണമൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. നമ്മളെ വാർഡിലെ മെമ്പർമാരായാലും വാർഡിലെ പ്രവർത്തിക്കുന്ന അംഗങ്ങളായാലും മെമ്പറായാലും നല്ല പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ വിജയിക്കും എന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. മുണ്ടാന്തറ വാർഡിൽ കഴിഞ്ഞ 22 കൊല്ലമായിട്ട് ആമ്പാറ വാർഡിൽ വികസനം എന്ന സംഭവം നടന്നിട്ടില്ല. കാരണം നമ്മളെ മുണ്ടാന്തറ കുളമ്പ് റോഡ് അതിന് കഴിഞ്ഞ പ്രാവശ്യം LDFൻ്റെ ഒരു അജണ്ടയായിരുന്നു മുണ്ടാന്തറ കുളമ്പ് റോഡ് നവീകരിക്കുക എന്ന് പറഞ്ഞ്. ആ ഫണ്ട് അവർ ആമ്പാറ വാർഡിലേക്ക് മറിച്ചു. നമുക്ക് അതിൻ്റെ വികസനം കിട്ടിയിട്ടില്ല. പോരാത്തതിന് നമ്മളെ ഒഴിച്ചാലുണ്ടല്ലോ അത് കോൺക്രീറ്റ് ചെയ്യാമെന്നും പറഞ്ഞിരുന്നു. അതൊന്നും ചെയ്തു തന്നിട്ടില്ല. കുറേ വാഗ്ദാനങ്ങൾ നൽകി LDF ആളുകളെ പറ്റിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇനി അങ്ങോട്ട് മാറി ചിന്തിക്കണം. നമ്മൾ ബലൂൺ ചിഹ്നത്തിൽ നമ്മൾ സമീറ ഭവന് വോട്ട് നൽകിയിട്ട് മാറ്റിക്കുത്തുക. നമ്മൾ ബലൂണിനെ മാറ്റിക്കുത്തിയിട്ട് നമ്മൾ ഏകപക്ഷീയമായി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കണം. ഇങ്ങനെയുണ്ട് കോട്ടൂർ വാർഡിലെ പ്രവർത്തനമൊക്കെ? ഇത് എല്ലാ പ്രവർത്തകരും വളരെ ആവശ്യത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കോട്ടൂരിനെ സംബന്ധിച്ചിടത്തോളം, തൊട്ടടുത്തുള്ള മുണ്ടിയാന്തറിനെ സംബന്ധിച്ചിടത്തോളം സജീവമായിട്ട് എല്ലാ പ്രവർത്തകരും, വിദ്യാർത്ഥികളായിക്കോട്ടെ, യുവതികളായിക്കോട്ടെ, യുവാക്കൾ, പ്രായമുള്ളവരെല്ലാവരും സജീവമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയത്തിലേക്കുള്ള ആക്കം കൂട്ടലും കൂടിയാണ് അത്. തൊട്ടടുത്തുള്ള വാർഡും കോട്ടൂർ വാർഡും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. കോട്ടൂർ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടുമിക്ക റോഡുകളായാലും പാത്വേകളായാലും എല്ലാം വളരെ ഇനി ഒന്നും തന്നെ വികസനത്തിൽ ബാക്കിയില്ല എന്നും കൂടി ചുരുക്കി പറയാം. തൊട്ടടുത്ത വാർഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നും തിരിഞ്ഞു നോക്കാത്ത രീതിയിൽ പല ഉള്ളവരിലൂടെങ്ങളൊക്കെ ഒന്ന് പോയി നോക്കിയാൽ മതി. ടാറിങ്ങും ഒന്നും ചെയ്യാത്ത രീതിയിൽ ആകെ പൊട്ടിപ്പൊളിഞ്ഞ രീതിയിൽ കാണപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. മറ്റൊന്ന്, ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ കേരള സർക്കാരിനെതിരെയും കൂടിയുള്ള ഒരു താക്കീതും കൂടിയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് എന്നുണ്ടെങ്കിൽ ഈ കേരള സർക്കാർ ഈ ജനങ്ങളോട് ചെയ്യുന്ന ദ്രോഹപരമായുള്ള ഒരുപാട് നയങ്ങൾ നമ്മൾ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അത് നമ്മൾ വീട് കയറി ഒക്കെ സംസാരിക്കുന്ന അത്തരം കാര്യങ്ങൾ. ഈ ഒരു വീട് നിർമ്മിക്കണമെങ്കിൽ അതിൻ്റെ പെർമിറ്റ് ഇരട്ടി എന്നല്ല, ഒരു 300 ഇരട്ടിയോളം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടാണ് സർക്കാർ ജനങ്ങളോട് ചെയ്യുന്നതെന്ന്. മാത്രമല്ല ഈ PM ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഗ്രാസ് റൂട്ടിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിനെതിരെ ഉള്ള ഒരു വിധേയത്വം കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എനിക്ക് വലിയ വിദ്യാഭ്യാസം കാര്യമൊന്നുമില്ല. പക്ഷേ ഈ 23-ാം വാർഡായിരുന്നു, ഇപ്പോൾ 22 ആയിക്കണേ. ആ വാർഡിലായിരുന്നു ഞാൻ എൻ്റെ മക്കളും താമസിക്കുന്നത്. 20 കൊല്ലം മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ചു. ആദ്യം നന്നായിട്ട് പാലം വന്നു, പിന്നെ ഷെരീഫ് കരിക്കോട്ടിൽ, പിന്നെ വന്നു ഗിരിജ ടീച്ചർ, പിന്നെ വന്നു മറ്റേ ധനേശം കുറ്റിപ്പുറത്ത് അമ്പാർക്കൽ. ഇവർ 4 ആൾ 20 കൊല്ലം ഭരിച്ചിട്ട് ഒരു അരിച്ചാലുണ്ടാക്കാൻ തരയില്ല. വെള്ളം റോട്ടുമ്മ കൂടി പരിവലിച്ചാണ് വന്നിട്ട് ഇതിൻ്റെ കക്കൂസും കിണറും ആകെ മൂടി ആ വെള്ളം കുടിക്കുന്നു. ഇപ്പെങ്കിലും പോലും ഞാൻ കാട്ടിത്തരാം. ആ ഭാഗത്തുള്ള ആൾക്കാർ വെള്ളം അവിടെ നിന്ന് ഏറ്റിക്കൊണ്ടുപോയി കുടിച്ചിട്ടാണ് വെള്ളം. എന്ത് വികസനമാണ് അവർ ചെയ്തിട്ടുള്ളത്? ഈ മാർക്സിസ്റ്റ് പാർട്ടി 20 കൊല്ലം ഭരിച്ചിട്ട് എന്താ ചെയ്തിട്ടുള്ളത്? അതുകൊണ്ട് ഭരണം മാറിക്കിട്ടണം, മനസ്സിലായി? ചുരുക്കി പറഞ്ഞാൽ ഞാൻ പഞ്ചായത്ത് അഞ്ചിച്ചു ആരും ഗൗരിച്ചിട്ട് പറയാൻ ഇന്നാരും തൂക്കാൻ കളിച്ചിട്ടില്ല. കോട്ടൂർ വാർഡിലെ നിലവിലെ കൗൺസിലറാണ് നമ്മുടെ കൂടെ ഉള്ളത്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു പ്രവർത്തനമൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? പ്രവർത്തനം വളരെ ഉഷാറാണ്. കഴിഞ്ഞ 5 വർഷക്കാലം ഈ വാർഡിലെ ജനങ്ങൾ ഇന്നലേർപ്പിച്ച ഈ കർത്തവ്യം വളരെ ഭംഗിയാക്കി നിർവഹിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ ഓരോ മേഖല എടുത്ത് പറയണമെങ്കിലും, ഇപ്പോൾ പാശ്ചാത്യ മേഖലയിൽ നോക്കുകയാണെങ്കിൽ, ഗതാഗത മേഖല നോക്കുകയാണെങ്കിൽ വിട്ടു തന്ന ഭൂമി, അതായത് റോഡുകളുടെ മുഴുവൻ വർക്കും പൂർത്തിയാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. പക്ഷേ ഒരു റോഡോ മറ്റു തോടോ ഒന്നല്ല ശരിക്കും വികസനം എന്ന് പറയുന്നത്. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കാനുള്ള ഒരു
ഒരു അവസരം കിട്ടിയപ്പോൾ ആ അവസരം 100% ഞാൻ വിനിയോഗിച്ചു എന്ന് തന്നെ പറയാം. എനിക്ക് കിട്ടിയ അവസരങ്ങളൊക്കെ ഞാൻ മാക്സിമം എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങൾക്ക് എന്നിൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടുന്നതായാലും അതല്ലാതെ വ്യക്തിപരമായിട്ട് എന്നിൽ നിന്ന് അവർക്ക് കൊടുക്കാവുന്ന കാര്യങ്ങൾ 100% ഞാൻ അവർക്ക് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഓരോ കാര്യം എടുക്കണമെങ്കിലും മുനിസിപ്പാലിറ്റിയിലെ വികസനത്തിന് മറ്റ് ഫണ്ടുകളൊന്നും അല്ലാതെ തന്നെ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഞാൻ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും എനിക്കത് നൽകാൻ സാധിച്ചിട്ടുണ്ട്. ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടുകളൊക്കെയോ അതൊന്നും എത്തിയില്ലേ? അതൊക്കെ എത്തുന്നതിൽ നിങ്ങൾക്കറിയാലോ വളരെ ദുർലഭമായിട്ടുള്ള ഫണ്ടുകളാണ് നമുക്ക് കിട്ടിപ്പോന്നിട്ടുള്ളത്. എങ്കിലും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടിയ മാക്സിമം വാർഡിൽ മുനിസിപ്പാലിറ്റി കിട്ടിയ അതേപോലെ തന്നെ MLAയുടെ ഫണ്ടുകൾ ഇപ്പോൾ വർക്കുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ആ ഫണ്ടുകളും കിട്ടുന്നുണ്ടെന്നല്ല, കേന്ദ്ര വിഹിതമൊന്നും വേണ്ട രീതിയിൽ കിട്ടിയില്ല. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ഏറ്റവും എടുത്തു പറയാവുന്ന ഒരു കാര്യം, ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കുടിവെള്ള ക്ഷാമം. ഇതിനൊരു പരിഹാരമായിക്കൊണ്ട് ഇപ്പോൾ മുനിസിപ്പാലിറ്റി 30 ലക്ഷം രൂപ ഓൺ ഫണ്ടിൽ നിന്ന് സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി നൽകി. ആ ഒരു പദ്ധതി വരുന്നതോട് കൂടി ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ വാർഡിലൊക്കെ എല്ലാം കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ മൊത്തത്തിലുള്ളൊരു പ്രശ്നമാണ്. നമ്മൾ വാർഡ് ഇത്തവണ എന്തായാലും UDF വിജയിച്ച് വരികയാണെങ്കിൽ അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം നമ്മൾ അമൃത് ഇതിൽ നിന്ന് ഏകദേശം 16 കോടി രൂപ ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്, നമുക്ക് മുനിസിപ്പാലിറ്റിക്ക് നൽകിയിട്ടുണ്ട്. അത് വരുന്നതോട് കൂടി നമ്മളെ ഈ കുടിവെള്ള ക്ഷാമത്തിൽ വലിയൊരു പരിഹാരം ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്. പിന്നെ അതല്ലാതെ പിന്നെ മറ്റു കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ അതുപോലെ സ്ട്രീറ്റ് ലൈറ്റുകൾ അങ്ങനെയുള്ള എല്ലാ തെരുവുന്ന ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഈ വാർഡിൽ കണ്ടെത്തിയിരുന്നു. അത് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നമ്മളെ വാർഡിലാണ് ഇപ്പോൾ നിലനിന്നിരുന്നത് നമ്മൾ ആയുർവേദ ഡിസ്പെൻസറി. ആ ആയുർവേദ ഡിസ്പെൻസറി പിന്നെ ഒന്ന് നവീകരണം, അതിന് വേണ്ടി ഫണ്ടുകൾ കണ്ടെത്തി നവീകരണ പദ്ധതി ചെയ്തു. അതേപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ നമ്മൾ ക്യാമ്പായാലും മറ്റ് കാര്യങ്ങളൊക്കെ ആയാലും വാർഡിലെ ആരോഗ്യ മേഖല വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അംഗനവാടീൻ്റെ സ്ഥിതി, അംഗനവാടി വളരെ ഏകദേശം 62 സ്റ്റെപ്പ് കയറി ചെല്ലുന്നൊരു അംഗനവാടിയാണ്. അതിൽ നിന്ന് പിന്നെ തീർച്ചയായും അതിൽ മാറ്റമൊന്നും വന്നിട്ടില്ലെങ്കിലും നമുക്ക് ആ അംഗനവാടി വളരെ നവീകരിച്ച് വളരെ നല്ല സ്മാർട്ട് അംഗനവാടിയാക്കാൻ ഇപ്പോൾ സാധിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ ബാവട്ടേക്കാനെ പോലത്തെ സഹായം തീർച്ചയായിട്ടും അംഗനവാടിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു സ്മാർട്ട് അംഗനവാടിയാക്കി അത് മാറ്റാൻ സാധിച്ചു. പിന്നെ മറ്റു കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വലിയൊരു കാര്യം പറയേണ്ടത്, നമ്മളെ കോട്ടൂർ ഇന്ത്യൻ റോഡ്, അത് MLA ഫണ്ട് 5 കോടി രൂപയാണ് MLA ഫണ്ട് നീക്കി വെച്ചത്. അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു, ഏകദേശം പകുതിയോളമായി. അത് വരും വർഷത്തിൽ അത് പൂർത്തിയാകും. വളരെ നല്ലൊരു കോട്ടൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ വികസനത്തിൻ്റെ മുന്നേറ്റത്തിൽ ഏറ്റവും വലിയൊരു നായികകല്ലായി മാറുന്നത്. എന്താണ് പറയാനുള്ളത്? ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണമൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, കഴിഞ്ഞ 15 വർഷമായിട്ട് കോട്ടക്കൽ നഗരസഭയിലെ കോട്ടൂർ വാർഡ് UDF ആണ് ഭരിക്കുന്നത്. ആ 15 വർഷം UDFൻ്റെ കൗൺസിലർമാർ ജനങ്ങൾക്ക് വേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ, വികസനമായാലും ജനക്ഷേമ കാര്യങ്ങളായാലും വ്യക്തിഗത ആനുകൂല്യങ്ങളായാലും ഒരുപാട് നല്ല പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രതിഫലനം ഈ ഇലക്ഷനിൽ ഞങ്ങളുടെ UDFൻ്റെ സ്ഥാനാർത്ഥി നല്ല നിലയിൽ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. അതിൽ വേറെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട 2 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, നമ്മൾ കായിക മേഖലയിൽ നമ്മളെ കുട്ടികൾ നിരന്തരം ആവശ്യപ്പെടുന്ന ഒരു കാര്യം, അവർക്ക് കളിസ്ഥലമാണ്. അപ്പോൾ കളിസ്ഥലം നമുക്ക് വേണ്ട രീതിയിൽ അത് ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ദുർലഭമാണ്. നമുക്കുള്ളത് സ്കൂൾ ഗ്രൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു എന്തെങ്കിലും ചെയ്തു കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു നല്ലൊരു ഫുട്ബോൾ ടൂർണമെൻറ്റ് വെച്ചു. അതിൽ തികച്ചും സൗജന്യമായിട്ട് അവർക്ക് ബൂട്ട്, ജേഴ്സി എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ട് അവരെ ടർഫിൽ കൊണ്ടുപോയി നമ്മളെ കുട്ടികൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു അതിന് വേണ്ട പ്രചോദനം നമ്മൾ നൽകി. അതേപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് വാർഡിലെ വയോജനങ്ങൾക്ക് വേണ്ട ഒരു ടൂറ്. അത് വയനാട്ടിലേക്ക് ജീവിതത്തിൽ ഏറ്റവും മറക്കാനാവാത്ത ഒരു ദിനമായിരുന്നു അന്ന്. എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഈ 60 വയസ്സിന് മുകളിലുള്ള ആളുകളുണ്ട്, അവരെ മനസ്സും അവരതും കണ്ടപ്പോൾ വളരെ സന്തോഷം തന്നെ. എനിക്ക് ഒരിക്കലും, ഞാൻ പലരോടും പറയാം, ഒരിക്കലും മറക്കാനാവാത്തൊരു ദിനമാണ് എനിക്ക് അന്ന് എൻ്റെ പ്രിയപ്പെട്ടവർ സമ്മാനിച്ചത്. ആ വിപണകളെ തന്നെ പിൻപറ്റിയാൽ മതി. വികസനത്തിന്
അത് നോക്കി പഠിച്ചാൽ പിന്നെ ബുദ്ധിമുട്ടൊന്നും വരില്ല. ഞങ്ങൾക്ക് എല്ലാ വികസനം കിട്ടിക്കണം. ഇനി ഞങ്ങൾ കൊണ്ടുവരും, ഇനി ഞങ്ങൾ ജയിക്കും ചെയ്യും. സ്ഥാനാർത്ഥികൾക്കായി ഷൈനെക്സ് നൽകുന്ന ഒരു സമ്മാനം. ആശംസകൾ നേരുന്നു. ആശംസകൾ നേരുന്നു. ആലിൻചുവടിലെ UDF സ്ഥാനാർത്ഥി ഫസീല ജലീലാണ് നമ്മുടെ കൂടെ ഉള്ളത്. കൂടെ പ്രവർത്തകരും. എങ്ങനെയുണ്ട്? വീടുകളിലൊക്കെ പോയോ? കുഴപ്പമില്ല, നല്ല പ്രതികരണമാണ്. നെഗറ്റീവ് കുറവാണ്, പോസിറ്റീവാണ്, കുഴപ്പമില്ല. ഇത് വർഷങ്ങളായിട്ട് UDFൻ്റെ ഒരു വാർഡ് തന്നെയാണ്. ഇവിടെ വികസനമൊക്കെ എത്തിയിട്ടുണ്ടോ? വികസനമൊക്കെ നല്ല എത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? റോഡ് ഇതാക്കണം എന്നാണ് ഇപ്പോൾ അധികം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റോഡ് വികസനം നടന്നുകൊണ്ടിരിക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഈ ഒരു 5 വർഷ ഭരണത്തിൽ ഇവിടേക്ക് എത്തിയിട്ടില്ലേ? കുറേയൊക്കെ എത്തിയിട്ടുണ്ട്. എന്നാലും ഇനിയും ആലിൻചുവടിലെ പല പ്രദേശങ്ങളിലും റോഡ് നന്നാക്കേണ്ടതായിട്ടുണ്ടല്ലേ? മറ്റുള്ള പ്രാഥമിക ആവശ്യങ്ങളൊക്കെയോ, ഈ മലിനീകരണങ്ങളൊക്കെ സംസ്കരിക്കാനുള്ളതും അങ്ങനത്തെ പദ്ധതികളൊക്കെ ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട്? നടപ്പാക്കിയിട്ടുണ്ട്. ആരോഗ്യ മേഖല അങ്ങനെ എല്ലാം ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഫസീല വിജയിച്ചു വരികയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും ഈ വാർഡിന് വേണ്ടി ചെയ്യാൻ പോകുന്നത്? ജനങ്ങളെ ആവശ്യങ്ങൾ അറിഞ്ഞ് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ നടപ്പിലാക്കി കൊടുക്കണം എന്നാണ് ആഗ്രഹം. വനിതകൾക്കൊക്കെ വേണ്ടി എന്തായിരിക്കും ചെയ്യുന്നത്? മുതിർന്ന ആൾക്കാർക്ക് പ്രായമായ ഒരു ആവശ്യങ്ങളൊക്കെ എന്തൊക്കെയാണോ അതൊക്കെ നടപ്പിലാക്കി കൊടുക്കണം എന്നാണ്. ഈ വാർഡിലെ നിലവിലെ കൗൺസിലറാണ് നമ്മുടെ കൂടെ ഉള്ളത്. നേരിട്ട് ചോദിച്ചറിയാം ഈ ഒരു 5 വർഷം ഇവിടെ ഉണ്ടാക്കിയ വികസനങ്ങൾ. ഈ ഒരു 5 വർഷം എന്ന് പറഞ്ഞാൽ നല്ലൊരു സുവർണ്ണ കാലമായിരുന്നു ആലിൻചുവടുകാരെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ 5 വർഷം മുമ്പ് ഈ സ്ഥാനത്ത് ഏൽക്കുമ്പോൾ ഒരുപാട് ആളുകൾ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചിരുന്നു. മുൻതൂക്കം കൊടുക്കണം എന്നുള്ള അത് മുൻനിർത്തി തന്നെയാണ് നമ്മൾ വികസന പ്രവർത്തനവുമായി മുന്നോട്ട് പോയിട്ടുള്ളത്. അതുപോലെ അന്ന് അവർക്ക് റോഡിൻ്റെ കാര്യങ്ങളാണ്. ഏകദേശം 15ഓളം റോഡുകൾ ഏകദേശം നമ്മളിവിടെ തുടങ്ങിയിട്ടും പൂർത്തിയാക്കിയിട്ടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ കുടിവെള്ള വിഷയം അതായത് ഒരു 4 പ്രദേശത്തുകാർക്ക് അനുയോജ്യമായ മിനി കുടിവെള്ള പദ്ധതിയിലാണ് ഊന്നൽ ഞാൻ കൊടുത്തത്. സ്പോൺസർഷിപ്പ് മാക്സിമം കിട്ടുന്ന രൂപത്തിൽ സ്പോൺസർഷിപ്പിലൂടെ 3-4 പ്രദേശത്ത് തന്നെ കോളനി ഏരിയകൾക്ക് കുടിവെള്ള പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. ഇത്തവണ ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടോ? ഇപ്പോഴും അത് നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഒരു വീട്ടിൽ പോലും പോയപ്പോഴും ഇപ്പോൾ ഈ പ്രാവശ്യം ഒരാൾ പോലും ഞാൻ സ്ഥാനാർത്ഥിയുടെ കൂടെ വോട്ട് ചോദിക്കാൻ പോയപ്പോൾ ഒരാളും ഈ പ്രാവശ്യം കുടിവെള്ള വിഷയം ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം ഇവിടെ 210ഓളം വീടുകളിൽ നമ്മൾ കിണർ റീചാർജിങ് പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ 2ാം സ്ഥാനത്ത് ഈ നഗരസഭയിൽ കിണർ റീചാർജിങ് പദ്ധതി നടപ്പിലാക്കിയത് എൻ്റെ വാർഡിലാണ്. ഏകദേശം 23 ലക്ഷം രൂപയോളം അതിനുവേണ്ടി നമ്മൾ ചിലവാക്കിയിട്ടുണ്ട്. അതുപോലെ പിന്നെ റോഡുകൾ നമ്മൾ പറഞ്ഞല്ലോ അവരാവശ്യപ്പെട്ട. പിന്നെ വികസനം എന്നൊരു സാധനം അവസാനിക്കുന്നില്ലല്ലോ. കാരണം കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന നാടുകൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ വികസനങ്ങൾ, വാർഡുകൾ, റോഡുകൾ പുതുതായിട്ട് വരും. അത് ഇനി വരുന്ന ഭരണസമിതി UDF തന്നെ അധികാരത്തിൽ വരും എന്ന് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ദൃഢ വിശ്വാസമുണ്ട്. അവർ കണ്ടിന്യൂ ചെയ്യും. അവരെ കൂടെ ഒരു എളിയവനായി ഇവൻ പ്രവർത്തിക്കും എന്നുള്ളതും കൂടി എനിക്ക് നാട്ടുകാർക്ക് കൊടുക്കാനുള്ള ഈ അവസരത്തിലുള്ള പറയാനുള്ളത് നാട്ടുകാരോട്. ഈ വാർഡിലേക്ക് ചെയ്ത എടുത്തു പറയുന്ന ഒരു മാറ്റം എന്തായിരിക്കും കൊണ്ടുവന്നിട്ടുള്ളത്? കുടിവെള്ളത്തിൻ്റെ കുടിവെള്ളം മാറ്റി നിർത്തിയാൽ ഇപ്പോൾ ഒന്ന് ഗതാഗത സംബന്ധമായി പറയാനുള്ളത് ആലിഞ്ചോട് അമ്പായത്തൊടി മാട്ടിൽ പ്രദേശം ഉണ്ടായിരുന്നു. ഒരുപാട് വർഷങ്ങളായിട്ട് ആ റോഡ് 2 സൈഡ് മുട്ടാതെ, അതായത് 2 സൈഡും ബന്ധിപ്പിക്കാതെ കിടക്കുകയായിരുന്നു. അത് മുന്നിട്ടിറങ്ങി ഏകദേശം 7.5 ലക്ഷം രൂപയോളം ചിലവഴിച്ച് ആ പ്രദേശത്ത് നിന്ന് ആ 2 പേർക്കും ഗതാഗത യോഗ്യമാക്കി കൊടുക്കാൻ സാധിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒന്ന് അതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, വർഷങ്ങളായിട്ട് 20 വർഷങ്ങളായിട്ട് ഒരു വാർഡിൽ അംഗൻവാടിക്ക് സ്വന്തമായി കെട്ടിടം ഉണ്ടായിരുന്നില്ല. മുൻ ഭരണസമിതിയുടെ കാലത്ത് കെട്ടിടത്തിന് സ്ഥലം കണ്ടെത്തി അത് നടത്തി അത് പൂർത്തീകരിച്ച് ഇന്ന് ഈ കോട്ടക്കൽ നഗരസഭയിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു അംഗൻവാടിയായിട്ട് അംഗൻവാടി നിലനിൽക്കുന്നുണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു ജനങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ ആത്മവിശ്വാസമുള്ള സംഭവമാണ്. ഇത്തവണ എങ്ങനെയായിരിക്കും ഈ വാർഡിലൊരു ഇലക്ഷൻ്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും? എൻ്റെ ഒരു പ്രവർത്തനം, മുൻഗാമികൾ ചെയ്ത പ്രവർത്തനം വെച്ച് ഈ പ്രാവശ്യം നല്ലൊരു ഭൂരിപക്ഷത്തിൽ, കഴിഞ്ഞ എനിക്ക് കിട്ടിയതിനെക്കാട്ടിലും ഭൂരിപക്ഷത്തിൽ ഈ വാർഡ് വിജയിച്ച് മുന്നേറും എന്നുള്ളതിൽ 100% എനിക്ക് വിശ്വാസമുണ്ട്. നമ്മൾക്ക് 24ാം വാർഡിലെ നിലവിലെ കൗൺസിലറാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഈ പുതിയ വാർഡ് വിഭജനത്തിൻ്റെ ഭാഗമായിട്ട് 24ാം വാർഡിലെ കുറേ വീടുകൾ ഈ ഒരു ആലിൻചുവട് വാർഡിൽ ഉൾപ്പെട്ടിട്ടുണ്ട്.
അപ്പോൾ തീർച്ചയായിട്ടും 24-ാം വാർഡിലെ വികസനം എങ്ങനെ ഉണ്ടായിരുന്നു UDFൻ്റെ ഭരണകാലത്ത് എന്ന് അറിയേണ്ട ഒരു കാര്യമാണ്. നല്ല പ്രവർത്തനമാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് നടത്താൻ കഴിഞ്ഞത്. ജനങ്ങളെ സപ്പോർട്ടോട് കൂടി തന്നെ എല്ലാ നിലയിലും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ജനങ്ങളുടെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതാണല്ലോ നമുക്ക് വേണ്ടത്. ആ 5 വർഷവും നല്ല രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ 100 ചില്ലാൻ വീടുകൾ നമുക്കിപ്പോൾ ഈ വാർഡ് വിഭജനത്തെ തുടർന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അവരിപ്പോൾ നമ്മൾ വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ അതിൻ്റേതായിട്ടുള്ള നല്ല സന്തോഷകരമായി അവർ നിറഞ്ഞ കൈയോടെയാണ് നമ്മളെ സ്വീകരിക്കുന്നത്. ആ വാർഡുകളിലെ വോട്ട് ഇങ്ങോട്ട് തന്നെ പോരുമെന്നുള്ള വിശ്വാസമുണ്ട്. ഉഷാറായിട്ട് നടക്കുന്നുണ്ട് നമ്മളെ വോട്ട് കാര്യങ്ങളും ചോദ്യമൊക്കെ. അപ്പോൾ അവർ അതിനനുസരിച്ച് നമ്മൾ പ്രതികരണങ്ങളും നല്ല രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഈ ആലിഞ്ചോട് വാർഡിലെ എങ്ങനെയുണ്ട് UDFൻ്റെ ഒരു പ്രവർത്തനമൊക്കെ? അല്ല, UDFനെ സംബന്ധിച്ച് ആലിഞ്ചോട് വാർഡ് എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട്, അതല്ലെങ്കിൽ ഈ ഒരു വാർഡിൻ്റെ ആരംഭകാലം തൊട്ട് UDFൻ്റെ കയ്യിലുള്ള വാർഡാണ്. അപ്പോൾ അതിൽ ഇൻഫ്രാസ്ട്രക്ചർ ഭാഗങ്ങളൊക്കെ വളരെ നന്നായിട്ട് നമ്മുടെ നിലവിലെ കൗൺസിലർ സലീം ഇവിടെ വളരെ നന്നായിട്ട് വിശദമായിട്ട് പറഞ്ഞു. പിന്നെ അതുമാത്രമല്ല, അതിൽ തന്നെ ഒരുപാട് ഇപ്പോൾ ഈ വിധവാ പെൻഷനും അതുപോലെ വാർദ്ധക്യ പെൻഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ പല വീടുകളിലും പോകുമ്പോൾ ഈ നിലവിലെ കൗൺസിലേഴ്സിനെ, പിന്നെ സിറ കോയ പോയാലും സലീമിനെ പറ്റിയാണെങ്കിലും ഇവിടുത്തെ സാധാരണക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നൊരു ഫീഡ്ബാക്ക് ഉണ്ട്. അല്ലെങ്കിൽ അവരെ ജനങ്ങളുടെ മുമ്പിലേക്ക് കിട്ടുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് ഉണ്ട്. അത് ചെറിയൊരു വിഷയമല്ല. അതുമാത്രമല്ല, ഇവിടെ UDF അവരെല്ലാം ചിലവഴിക്കുന്ന ഗവൺമെൻറ് ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ചിലവഴിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഗവൺമെൻറ് ഫണ്ട് അപ്പുറത്തേക്കായിട്ട് UDFൻ്റെ ഭാഗത്ത് ഇവിടെ ഷിഹാബ് തങ്ങൾ കെയർ സെൻറ്റർ, അതിൽ ഒരുപാട് നിർധനരൊക്കെ രോഗികൾക്ക് മിനിഞ്ഞാന്ന് പോലും ഒരു തുക കൈമാറി ഇങ്ങനെ നിരന്തരമായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ KMCC, എടുത്തു പറയുന്ന വലിയൊരു ഇതാണ്. KMCC ഇവിടെ ജലധാര പദ്ധതികൾ ഇവിടെ ഒരുപാട് നടത്തിയിട്ടുണ്ട്. പല ഭാഗത്തും നിർധനർക്ക് ജനങ്ങൾ ഇതുണ്ട്. അത് മാത്രമല്ല, എല്ലാ മാസവും ഇന്ന് വരെ മുടങ്ങാതെ ഗവൺമെൻറ്റിൻ്റെ ട്രഷറി മുടങ്ങി, പെൻഷൻ മുടങ്ങിയപ്പോഴും മുടങ്ങാതെ ഷിഫാഹുർ റഹ്മാൻ എന്ന പേരിൽ ഇവിടെ ഈ കുറ്റിപ്പുറത്തിൻ്റെ എല്ലാ വാർഡിലും, ഇവിടെ എല്ലാ വാർഡുകളിലും നിരന്തരമായിട്ട് ഒരുപാട് നിർധനർക്ക് മാസം അവരൊരു സഹായം എത്തിക്കുന്നുണ്ട്. കാരണം പെൻഷൻ മുടങ്ങിയിട്ട് പോലും ഇവിടെ KMCCയുടെ ആളുകളുടെ ഈ ഒരു സഹായ പദ്ധതി മുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ഇവിടെ ജനങ്ങളുമായിട്ട്, ഈ നാട്ടിലെ സാധാരണക്കാരുമായിട്ട് ദൈനംദിനമായിട്ട് സംവദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഈ ജനങ്ങൾ ഞങ്ങളെ കൈവിടില്ല എന്നുള്ളതും. ഇവരൊക്കെ ചെയ്തതിൻ്റെ മാതൃക ഇപ്രാവശ്യത്തെ റിസൾട്ടിൽ വളരെ ശക്തമായിട്ട് പ്രതിഫലിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. പിന്നെ വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ബോർഡ് നോക്കിയാൽ തന്നെ അറിയാം, ഒരുപാട് വികസനങ്ങൾ എന്ന് പറഞ്ഞാൽ കുറേ കാലങ്ങളായി UDFൻ്റെ സംവിധാനത്തിൽ നിൽക്കുന്നൊരു വാർഡാണിത്. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലും ചെറിയ റോഡുകൾ വരെ കോൺക്രീറ്റ് ചെയ്ത് അവിടെ വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ജോയ്ക്ക് ബന്ധിപ്പിക്കാത്ത റോഡുകൾ ബന്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് എല്ലാ മേഖലയിലും തന്നെ സന്നദ്ധ സംഘടനകൾ തന്നെ കുറേ കുഴൽക്കിണറുകൾ കളച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് പുറത്ത് മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് മിനി കുടിവെള്ള പദ്ധതികൾ നടത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പറഞ്ഞിരുന്നത് അങ്കണവാടി ഡൈനിങ് ഹാളുള്ള ഒരു അങ്കണവാടി ഈ ഭാഗത്തേ ഉള്ളൂ. ഡൈനിങ് ഹാൾ മുനിസിപ്പാലിറ്റി തന്നെ ഏറ്റവും നല്ല ഡൈനിങ് ഹാളുള്ള കുട്ടികൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സംവിധാനം ഈ അങ്കണവാടിയിലുണ്ട്. അതൊക്കെ സലീമിൻ്റെ നേതൃത്വത്തിലും ഇവിടുത്തെ ഭരണസമിതിയും ചെയ്തു തന്നതാണ്. ഇനിയും ഈ 100%-ൽ 90% ആളുകളും UDFൻ്റെ പ്രവർത്തകരും അതിനോട് അനുകൂലിക്കുന്ന ആളുകളുമാണ് ഇവിടെ. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻ്റ് ആണ്, നല്ലൊരു വിജയം ഇവിടെ ഉണ്ടാവും. സ്ഥാനാർത്ഥിക്ക് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇതിലേറെ ഇതൊക്കെ കാണുന്നത് അതിനെ സൂചിപ്പിക്കുന്ന ഓരോ ചിഹ്നങ്ങളാണ്, ഞങ്ങൾ ചെയ്ത വികസനത്തിൻ്റെ ഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും UDFൻ്റെ കൂടെ ഈ വാർഡ് നിൽക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. എങ്ങനെ പോണു പ്രചരണമൊക്കെ? ഞങ്ങളിപ്പോൾ പ്രചരണം സ്ഥാനാർത്ഥിയുടെ കൂടെ 4-5 വട്ടം ഓരോ വീടാന്തരം കയറി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു 5 ഘട്ടം കഴിയുമ്പോഴും ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. അതാണ് വീണ്ടും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ളൊരു എനർജി എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ഇവിടെ ഈ കാണുന്നൊരു ബോർഡ് ഇത് വലിയൊരു സാക്ഷ്യമാണ്. കഴിഞ്ഞ 5 വർഷക്കാലം എന്താണ് ഈ വാർഡിൽ ചെയ്തത്. ഇതുപോലെ തന്നെ ഒരു കിലോമീറ്റർ അപ്പുറം പോയാൽ ചെനക്കൽ എന്ന ഒരു ടൗണിൽ നമുക്ക് കാണാൻ പറ്റും. നസീറ കോയപ്പൂവിൻ്റെ വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതിലുണ്ട് ഇത് വായിച്ചു മനസ്സിലാക്കിയ ഒരു വോട്ടർക്ക് ഒരിക്കലും UDFൻ്റെ പ്രവർത്തനങ്ങൾ നിഷേധിക്കാൻ കഴിയൂല എന്നത് തീർച്ചയാണ്. ഈ വികസന കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ജനങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ കൃത്യമായിട്ട് ഞങ്ങളെ ഏറ്റെടുക്കുമെന്നും ഇനിയുള്ള ഒരു കാലയളവിൽ UDFൻ്റെ പ്രതിനിധിയെ വിജയിപ്പിക്കാൻ ജനങ്ങൾ സജ്ജരാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടെയാണ് ഞങ്ങളുടെ പ്രചരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ആലിഞ്ചുവടിലേക്ക് വരുമ്പോഴുള്ള ഈ ഒരു ബോർഡ് ഈ കഴിഞ്ഞ 5 വർഷങ്ങളിൽ UDF ചെയ്ത ഒരു പ്രവർത്തനങ്ങളുടെ ഒരു രേഖയാണ്. ഇനി ഇത് നോക്കുമ്പോൾ നമുക്കൊരു സമഗ്ര വികസനം, ഇത് വായിച്ചാൽ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക, ഒരു സമഗ്ര വികസനം നടന്നു എന്ന രീതിയിൽ. ഇനി എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് വിജയിച്ച് വരികയാണെങ്കിൽ?
ഇവിടെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞങ്ങളെ ഈ വാർഡ് 2 വോട്ട് ഭൂരിപക്ഷത്തിൽ നിന്ന് കയറി വന്നതാണ്. അപ്പോൾ കഴിഞ്ഞ കുറി ഞങ്ങളെ ഈ നസീറ കോയാപ്പൂ എന്ന് പറയുന്ന ഞങ്ങളെ സ്ഥാനാർത്ഥി ജയിച്ചത്, കൗൺസിലർ ജയിച്ചത് 360 വോട്ടിനേറ്റാണ്. അതുപോലെ തന്നെ അതിന് മുമ്പ് കോയാപ്പൂ ഈ നസീറാൻ്റെ ഭർത്താവ് ഇവിടെ നിന്നിരുന്നു. അദ്ദേഹം ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു. അതിന് മുമ്പ് സാബിറ വാഹിദ് ഇവിടെ നിന്നിരുന്നു. അതും വമ്പം ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. ഇവിടെ ഏത് കാര്യങ്ങളും ഞങ്ങൾ നാട്ടുകാർ ഒരുമിച്ച് ഒരു ഒത്തൊരുമയോടുകൂടി, ഞങ്ങൾ മറ്റുള്ള പാർട്ടിക്കാരുമായിട്ടൊരു ഭിന്നിപ്പുണ്ടാകലില്ല. വളരെ സൗഹാർദ്ദത്തിൽ എല്ലാ കാര്യങ്ങളും, ഒരു കല്യാണമാണെങ്കിലും അതുപോലെ തന്നെ ഒരു വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുകയാണെങ്കിലും, ഒരു മരണകാര്യമാണെങ്കിലും, ഒരു കുഞ്ഞ് ജനിക്കണ കാര്യമാണെങ്കിൽ പോലും ഞങ്ങൾ വളരെ സജീവമായിട്ടാണ് ഇവിടെ എല്ലാ പ്രവർത്തനങ്ങളും. ഞങ്ങൾ അത് വേറൊരു നമ്മളെ ചില സ്ഥലത്തുണ്ടല്ലോ പാർട്ടി നോക്കിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെയൊന്നും ഞങ്ങളിവിടെ ആരും ചെയ്യലില്ല. ഞങ്ങൾ വളരെ സൗഹാർദ്ദത്തിൽ നീങ്ങുന്ന ഒരു 4-5 വാർഡുകൾ തന്നെ അങ്ങനെയാണ്. പിന്നെ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ ചെല്ലുകയാണെങ്കിലും അവിടെയും തന്നെ കുറേ കാലമായിട്ട് UDFൻ്റെ ഭരണ സമിതിയിലാണ് എല്ലാ കാര്യങ്ങളും. നാസറാക്കാണെങ്കിലും അതിൻ്റെ മുമ്പുള്ള നമ്മളെ കൗൺസിലർമാരാണെങ്കിലും ഒക്കെ വളരെ കാര്യത്തോടു കൂടി തന്നെ നമ്മളെ പരിഗണിക്കുന്നുണ്ട്. എല്ലാ പാർട്ടിക്കാരും പരിഗണിക്കുന്നുണ്ട്. അതല്ലാതെ അതുകൊണ്ടാണ് ഈ UDFൻ്റെ ഭരണത്തിന് ഇവിടെ ഇത്രയും ഒരു നേട്ടം വരാൻ കാരണം. ആരും ഭിന്നിച്ച് കാണുന്നൊരവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതാണ് നമുക്ക് എല്ലാവർക്കും ഒരു സഹകരണത്തിൽ കൂടിയാണ് ഈ രാഷ്ട്രീയ മേഖല പോകേണ്ടത്. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത് നമ്മളെ ഫസില ജലീൽ ഇവിടെ നിൽക്കുന്നുണ്ട്. അത് ഇതിലും കൂടുതൽ ജലീൽ തന്നെ അതിൻ്റെ പ്രവർത്തനം ഞങ്ങളെ ഏറ്റവും വലിയ ഒരു പ്രവർത്തകനാണ്. ആ പ്രവർത്തകനും പിന്നെ അയാളെ ജലീലിൻ്റെ ഉപ്പയാണെങ്കിലും പഴയ കാലത്ത് തന്നെ ഇവിടെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനത്ത് കൂടി മുന്നോട്ട് വന്ന ആളാണ്. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കുന്ന ഒരു ആനുകൂല്യം കൂടിയാണ് ഈ കുറിയത്തെ ഞങ്ങളെ വോട്ട്. എങ്ങനെയുണ്ട് പ്രചരണമൊക്കെ? പ്രചരണമൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ അമ്പായത്തോട് ജലീലിൻ്റെ ഭാര്യയാണ് നമുക്ക് സ്ഥാനാർത്ഥിയായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇന്ന് ഞങ്ങളെ ഇടയിൽ ഇപ്പോൾ കഴിഞ്ഞ ടൈമിൽ സലീമിന് വേണ്ടിയിട്ട് പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ നേതൃത്വം നൽകുന്നത് നമ്മൾ ജലീലാണ്. അതുപോലെ തന്നെ സലീമിൻ്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ പ്രവർത്തനത്തിനും ജലീലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ ജലീലിന് എന്താണ് ഇനി ഇവിടെ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ജനങ്ങളുമായിട്ട് സംവദിക്കേണ്ടത് എന്നൊന്നും നമ്മൾ ഇനി പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഫസില ജലീലിലൂടെ നമ്മൾ ജലീലിനെ മുൻനിർത്തിയിട്ട് ഫസിലിനെ വെച്ചിട്ട് നമ്മൾ എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ എന്ത് ചെയ്തു എന്നുള്ളതൊക്കെ ഇവിടെ പറഞ്ഞതാണ്, ജനങ്ങൾ മനസ്സിലാക്കിയതാണ്. ആ ഒരു അംഗീകാരം ഞങ്ങൾ ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും ഞങ്ങൾക്ക് അനുഭവിക്കാനും കഴിയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് ഒരു വോട്ടായിട്ട് നല്ലൊരു ഭൂരിപക്ഷം തന്നുകാണ്ട് ഈ ജനങ്ങൾ ഞങ്ങളെ പിന്തുണക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആലിൻചുവടിലെ LDF സ്ഥാനാർത്ഥി മോനിഷ ദേവനും പ്രവർത്തകരും നമ്മോടൊപ്പം ചേരുന്നു. എങ്ങനെയുണ്ട് ഒരു പ്രചരണത്തിൻ്റെ ഘട്ടങ്ങളൊക്കെ എത്രത്തോളമായി? 2 റൗണ്ട് പൂർത്തിയായി. നല്ല പ്രതികരണമാണ് എല്ലാവരുടെ അടുത്തുനിന്നും കിട്ടുന്നത്. ഒരു മാറ്റം വേണം എന്ന് എല്ലാവരും പറയുന്നുണ്ട്. നമ്മൾ ഇങ്ങോട്ട് ഈ ആലിൻചുവടിലേക്ക് കിടക്കുമ്പോൾ UDFൻ്റെ ഒരു ബോർഡാണ് അവിടെ കാണാനുള്ളത്. ഒരു സമഗ്ര വികസനം അവകാശപ്പെടുന്ന രീതിയിലുള്ളത്. എന്താണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം? അങ്ങനെ വികസനമൊക്കെ എത്തിയിട്ടുണ്ടോ? വികസനം അങ്ങനെ എത്തിയിട്ടൊന്നുമില്ല. അപ്പോൾ ജനങ്ങൾ പറയുന്നത് അവർക്കൊരു മാറ്റം വേണം. അപ്പോൾ നമ്മൾ ഓരോ വീട്ടിലും കയറി ചെല്ലുമ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഈ ഭാഗത്ത് കുറച്ച് ഭാഗം റോഡ്, 2 ബൾബ്, അതുകൊണ്ട് വികസനം ആവുന്നില്ലല്ലോ. ഈ കുടിവെള്ള പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ഈ ആലിഞ്ചോട് ഭാഗത്ത് ചെല്ലുമ്പോൾ മെയിനായിട്ട് പറയുന്നത് കുടിവെള്ള പ്രശ്നമാണ്. അത് ശാശ്വതമായിട്ട് ഒരു പരിഹാരം കണ്ടെത്തണം. താൽക്കാലികമായിട്ടൊക്കെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നോ? ചെറിയ രീതിയിലൊക്കെ പരിഹരിച്ചിട്ടുണ്ട്, എന്നാലും കുടിവെള്ളം പൂർണ്ണമായിട്ടില്ല. ഇപ്പോൾ ഈ വാർഡ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് വോട്ടർമാർ പറയുന്നത്? കുടിവെള്ളം തന്നെയാണ് മെയിനായിട്ടുള്ള പ്രശ്നം. പിന്നെ തെരുവുനായ ശല്യം നല്ലോണം ഉണ്ട്.
അതിനുള്ളൊരു ശാശ്വത പരിഹാരം കണ്ടെത്തണം. പിന്നെ അതൊക്കെ തന്നെയാണ് പറയുന്നത്. വിജയിച്ചു വരികയാണെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ? സ്ത്രീകൾക്ക് തൊഴിൽ നൽകാൻ വേണ്ടിയിട്ട് കുടുംബശ്രീയുമായി ചേർന്ന് ഒരു സംരംഭം തുടങ്ങണമെന്നാണ് ആഗ്രഹം. ഇപ്പോഴും കുടുംബശ്രീയിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ? ഉണ്ട് കുടുംബശ്രീയിലുണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് ഒരു വേണ്ടതൊക്കെ ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഉണ്ടല്ലോ? ഉണ്ട് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. മറ്റുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളുടെ അതുപോലെ ആരോഗ്യ മേഖലയിലൊക്കെ എന്തെല്ലാം? അതൊക്കെ വിജയിച്ച് വരട്ടെ, എന്നിട്ട് ബാക്കി പറയാം. എങ്ങനെയുണ്ട് വോട്ടർമാരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? അവരൊക്കെ LDFിനോടുള്ള ഈ ഒരു അനുകൂലമായിട്ടാണോ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ എന്താ തോന്നിയത്? ഈ വർഷം ഒരു മാറ്റം എന്തായാലും ഉണ്ടാവും, അത് 100% ഉറപ്പാണ്. അപ്പം എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്, അത് 100% ഉറപ്പാണ്, ജയിക്കുമെന്ന് 100%. ഇങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ ചൂടൊക്കെ നന്നായി ഉഷാറാവുണ്ടോ? ഞങ്ങൾ 2 റൗണ്ട് സ്ഥാനാർത്ഥിയും 3 റൗണ്ടിലധികം നമ്മുടെ പ്രവർത്തകരും എല്ലാ വീടും കയറി ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് നമ്മുടെ LDF ഗവൺമെൻറ്റിൻ്റെ ഈ 10 വർഷക്കാലത്തെ വികസനം ജനങ്ങൾ ആസ്വദിക്കുന്നുണ്ട്. അത് വോട്ടായി മാറുന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടൊക്കെ ഈ വാർഡിൽ വേണ്ട രീതിയിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടോ? സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഈ വാർഡിൽ പെൻഷൻ വാങ്ങുന്ന ആളുകൾ കുറേ ഉണ്ട്. അത് സംസ്ഥാനത്തിൻ്റെ ഫണ്ടാണല്ലോ. അതുപോലെ തന്നെ മറ്റേ ബാക്കിയുള്ള കുടിവെള്ള പദ്ധതിയാണ് ഈ നാട്ടിലെ ഏറ്റവും പ്രശ്നം. കഴിഞ്ഞ വർഷത്തെ തെരഞ്ഞെടുപ്പിലും ആവശ്യപ്പെട്ടത് കുടിവെള്ളമാണ്. ഈ കുടിവെള്ളത്തിന് ശാശ്വതമായൊരു പരിഹാരം ഈ പഞ്ചായത്തിൽ ഉണ്ടാക്കിയിട്ടില്ല, ഈ മുനിസിപ്പാലിറ്റിയിൽ. അതെല്ലാ വാർഡുകളിലുള്ള ഒരു പ്രശ്നമാണ്. കഴിഞ്ഞ 60 വർഷക്കാലമായി ഒരേ മുന്നണിയാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മുന്നണിക്ക് എന്താ പറയുക, MLA മുസ്ലിം ലീഗാണ്, MP മുസ്ലിം ലീഗാണ്, വാർഡ് മുസ്ലിം ലീഗിൻ്റെയാണ്, മുനിസിപ്പാലിറ്റി മുസ്ലിം ലീഗിൻ്റെയാണ്. എന്നിട്ടും ഈ പ്രദേശത്ത് കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ നമ്മൾ കുഴൽക്കിണർ വെച്ച് ഒരു ടാങ്ക് വെച്ച് 4 വീട്ടിലേക്ക് വെള്ളം കൊടുത്താൽ അത് ആ 4 വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ആ വെള്ളം കഴിയാണ്. പിന്നെ ഇല്ല, വെള്ളമില്ല. 2-3 ദിവസമാണ് എന്താ പറയുക, രൂക്ഷമായ കുടിവെള്ളം പ്രശ്നം നിലനിൽക്കുന്ന സമയത്ത് കുറഞ്ഞ സമയത്തെ വെള്ളം കിട്ടുന്നുള്ളൂ. നേരെ മറിച്ച് വലിയൊരു പദ്ധതി ആവിഷ്കരിക്കാൻ പറ്റാവുന്ന ആളുകളാണ് അപ്പുറത്തുള്ളത്. പക്ഷേ ആ പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്കുള്ള വിമർശനം. അത് ഞങ്ങൾ ജനങ്ങളോട് പറയുന്നുണ്ട്. ഇത്തവണ LDF വിജയിച്ചു വരികയാണെങ്കിൽ അതിനൊരു ശാശ്വത പരിഹാരം ഞങ്ങൾ കാണും. ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഞങ്ങൾ ഒന്നുമില്ലെങ്കിൽ തിരുനാവായെന്നോ ഇല്ലെങ്കിൽ തൂതപ്പുഴയെന്നോ പദ്ധതി ആവിഷ്കരിച്ച് ഇവിടെ നടപ്പിലാക്കും. ഈ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയെ നടപ്പിലാക്കും. മുനിസിപ്പാലിറ്റി ഭരണം ഇടതുപക്ഷത്തിന് കിട്ടുകയാണെങ്കിൽ അത് ഞങ്ങളെ തീരുമാനിച്ചു. ഈ വാർഡിൽ എന്തൊക്കെയായിരിക്കും ചെയ്യാൻ പോകുന്നത്? ഈ വാർഡ് LDF പിടിച്ചടക്കുകയാണെങ്കിൽ ഈ വാർഡിലുള്ള എല്ലാ വീടുകളിലുള്ള സ്ത്രീകൾക്ക് തൊഴിൽ കിട്ടാവുന്ന രൂപത്തിലുള്ള പദ്ധതികൾ, ചെറിയ ചെറിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള പദ്ധതി ഞങ്ങൾ ആവിഷ്കരിക്കും. അത് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്. ഞങ്ങളെ മുന്നണി ജയിക്കുകയാണെങ്കിൽ. എങ്ങനെയുണ്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം? നല്ല രീതിയിലുള്ള പ്രതികരണമാണ്. ജനങ്ങളൊരു മാറ്റം വേണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇതിപ്പോൾ കാലാകാലങ്ങളായിട്ട് ഇവിടെ UDF ആണ് ഭരിച്ചു വരുന്നത്. ഇത്തവണ കുറച്ച് മറ്റ് വാർഡുകളിലെ പുതിയ വാർഡ് വിഭജനത്തെ തുടർന്ന് മറ്റ് വാർഡുകളിലെ ചില പ്രദേശങ്ങളും കൂടെ ഇവിടേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് വല്ല മാറ്റവും ഉണ്ടാക്കും എന്ന് ഒരു തോന്നുന്നുണ്ടോ? അത് തീർത്തും അശാസ്ത്രീയമായിട്ടാണ് ഇവിടെ ഈ വാർഡ് വിഭജിച്ചിട്ടുള്ളത്. തീർത്തും ജനാധിപത്യ വിരുദ്ധമായ രീതിയിലുള്ള ഈ UDFന് ചില ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച് UDFന് ജയിക്കാൻ പാകത്തിനാണ് ഇവിടെ ഈ വാർഡുകളെല്ലാം വിഭജിച്ചിട്ടുള്ളത്. തൊട്ടടുത്ത വാർഡ് 27-ാം വാർഡ്, അതിൻ്റെ തൊട്ടടുത്ത ആ വാർഡ് തന്നെ ഇതിൻ്റെ 60% വോട്ടുകളാണ് ആ വാർഡിലുള്ളത്, 27-ാം വാർഡ്. അത് പൂഴിക്കുന്ന് എന്ന പേരിൽ വിഭജിച്ച് ആമ്പാറ വാർഡിനെ തീർത്തും അശാസ്ത്രീയമായിട്ടാണ് ഇവിടെ വിഭജിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഇവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് ഇവരായിട്ടുണ്ടാക്കിയ വാർഡുകളാണ്. അവിടെയാണ് ഞങ്ങൾ ഈ ഞങ്ങളെ ആശയങ്ങളും ഞങ്ങളെ രാഷ്ട്രീയവും ഞങ്ങളെ വികസന കാഴ്ചപ്പാടുകളും ജനങ്ങളെ മുന്നിലെത്തിച്ച് വോട്ട് ചോദിക്കുന്നത്. ഒരു മാറ്റം വേണമെന്ന് തീർത്തും ഈ വാർഡിലെ ഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ്. ഞങ്ങൾ കൊടുത്ത വാഗ്ദാനങ്ങൾ ഞങ്ങൾ വിജയിച്ചു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നടപ്പിലാക്കുന്നുള്ളതാണ് ഞങ്ങൾക്ക് ജനങ്ങളുടെ മുന്നിൽ പറയാനുള്ളത്. പ്രവർത്തനം ഞാൻ വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. പ്രവർത്തനം എല്ലായിടത്തുനിന്നും കിട്ടുന്ന സപ്പോർട്ട് വോട്ട് ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാ ഭാഗത്തുനിന്നും കിട്ടുന്ന റിപ്പോർട്ട് എല്ലാവരും സപ്പോർട്ടാണ്. കാരണം കാലങ്ങളായിട്ട് ഇവിടെയുള്ളൊരു മാറ്റം എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ
ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ വല്ല മാറ്റവും കണ്ടോ? ഈ ഒരു ആലിൻചുവടിന് വർഷങ്ങളായിട്ട് എന്തെങ്കിലും മാറ്റമുണ്ടോ? ആലിൻചുവടിന് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇവിടെ കുടിവെള്ള പ്രശ്നം തന്നെയാണ്. എല്ലാവരും പ്രശ്നങ്ങൾ ഇപ്പം നമ്മളെ തൊട്ടടുത്ത് തന്നെ ടാങ്ക് കെട്ടിയിട്ട് 3 പൈപ്പ് വരെ അതിലിട്ടിട്ടുണ്ട്. നമ്മളെ റോഡൊക്കെ പൊളിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇനി അങ്ങനെ ഒന്നുമില്ലാതെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് ജനങ്ങൾക്ക് വേണ്ടി ഈ സ്ഥാനാർത്ഥിനെ ഞങ്ങൾ മുന്നിൽ ഇറക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി എല്ലാ സപ്പോർട്ടും ഈ കണ്ട ആളുകളും ഉണ്ട്. നമ്മളെ നാട്ടുകാരെല്ലാവരും സപ്പോർട്ട് കൊടുക്കുന്നുള്ളതാണ് പറയാൻ. എന്താണ് പറയാനുള്ളത്? എങ്ങനെയുണ്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണം? നമ്മളെ മോനിഷ പറഞ്ഞ രീതി തന്നെ മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ ഒരു 50 കുടുംബങ്ങൾക്ക് വെള്ളം കിട്ടുന്ന രീതിയിലൊരു കുടിവെള്ള പദ്ധതി ഞങ്ങൾ പ്രവർത്തകരും നാട്ടുകാരൊക്കെ സഹായത്തോടെ നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ വാർഡിൽ 50ഓളം കുടുംബങ്ങൾക്ക് ഞങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായി ആ പദ്ധതിയിലൂടെ. അത് ഞങ്ങളെ പാർട്ടി എന്നുള്ള രീതിയിൽ ജനങ്ങളെ കൂടെ. ഈ വാർഡിൽ DYFI ഒക്കെ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. കൂട്ടായ്മയൊക്കെ ഉണ്ടോ വേറെ LDFൻ്റെ? തീർച്ചയായിട്ടും ഇവിടെ നമ്മളെ യുവശക്തി ക്ലബ്ബ് പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നത്. DYFI, CPM, പിന്നെ പാർട്ടിക്ക് സ്വന്തമായിട്ട് ഇവിടെ ട്രസ്റ്റ് ഉണ്ട്. അതിൻ്റെ ഓഫീസ് തൊട്ട് ബാക്കിലുണ്ട്. അതിൻ്റെ പ്രവർത്തനം എല്ലാ ജനങ്ങളിലും. ട്രസ്റ്റ് എന്തൊക്കെയാണ് ചെയ്യാറ്? ട്രസ്റ്റ് നമ്മൾ സുഖമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ബെഡ് കൊടുക്കുക, പിന്നെ വീൽ ചെയർ അങ്ങനത്തെ, പിന്നെ അവരെ എന്താണ് ആവശ്യപ്പെടുന്നത് ആ കാര്യത്തിൽ നമ്മളെ പാർട്ടിൻ്റെ സഹായത്തോടു കൂടി ഉള്ള ഇടപെടൽ നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. അതെല്ലാം ഇത്തവണ ഒരു വോട്ടായി മാറും എന്നുള്ള പ്രതീക്ഷയിലാണല്ലേ? തീർച്ചയായിട്ടും LDF സർക്കാരിൻ്റെ 10 വർഷത്തെ വികസനം ജനങ്ങൾ കാണാണ്. അതും പിന്നെ ഇവിടെ മാറ്റം ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട്. അത് എന്തായാലും വോട്ടായി മാറും. പിന്നെ നമ്മളെ സ്ഥാനാർത്ഥി അത്യാവശ്യം നല്ല എഡ്യൂക്കേഷനുള്ള ആളാണ്. അപ്പോൾ നമ്മളെ ഒരു മുനിസിപ്പാലിറ്റിക്ക് വരേണ്ടത് അത്യാവശ്യം അവിടെ നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ വിദ്യാഭ്യാസം വളരെ പ്രാധാന്യമാണ്. അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു ആളെയാണ് നമ്മൾ ഈ പ്രാവശ്യം മോനീഷനെ നിർത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും മോനീഷയിലൂടെ നമ്മൾ ഈ പ്രാവശ്യം ജയിക്കുന്നത് തന്നെയാണ്. അതിനുള്ള പ്രവർത്തനം രാഷ്ട്രീയവും നമ്മൾ എല്ലാ വീട്ടിലും പറയുന്നുണ്ട്. അത് ജനങ്ങൾ വോട്ടായി മാറുന്ന പൂർണ്ണ വിശ്വാസം. 100% മോനീഷ ജയിക്കും എന്നാണ് ഞങ്ങളെ ഒരു അഭിപ്രായം. നല്ല വികസനമൊക്കെ ഇവിടെ കൊണ്ടുവരും ഞങ്ങൾ പല രീതിയിലും ഒക്കെ. ഇപ്പോൾ ഇവരൊക്കെ പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളത്. നല്ല വിജയം ഉണ്ടാവും എന്നാണ് ഞങ്ങളെ പറയുന്നത്. സ്ഥാനാർത്ഥിയുടെ കൂടെ തന്നെയുള്ള ആളാണല്ലോ. എങ്ങനെയുണ്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ ചെല്ലുമ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഒരു പ്രതികരണം? നല്ല എല്ലാവർക്കും മാറ്റം വേണം എന്നൊരു പ്രതികരണം തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. എത്ര വീടുകളിലൊക്കെ പോയി? ഒരുപാട്. എത്ര ഘട്ടമായി പോയി? ഒരു വീട്ടിൽ തന്നെ 2-3 വട്ടമൊക്കെ? 2 വട്ടം ഞങ്ങൾ പോയി. പിന്നെ ഇവിടെ എല്ലാവരും പോയി. പിന്നെ എനിക്ക് ചെറിയ കുട്ടികളാണല്ലോ, എപ്പോഴും പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ 2ൽ കൂടുതൽ പോയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു ഉറപ്പ്. 2 പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഈ വാർഡിൽ LDFൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. ഇത്തവണ എങ്ങനെയായിരിക്കും ഇവിടെ LDFൻ്റെ ഒരു വിജയ സാധ്യത എത്രത്തോളം ഉണ്ട്? ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഈ പ്രദേശത്തുള്ള 1214 വോട്ടർമാരും അവരുടെ കുടുംബാംഗങ്ങളുമായിട്ടുള്ള ആളുകൾക്ക് എല്ലാ തരത്തിലുമുള്ള സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുള്ളതാണ് പറയാനുള്ളത്. തവണ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണല്ലേ? തീർച്ചയായിട്ടും വിജയിക്കും. കാരണം ജനങ്ങളുടെ അടുത്തുള്ള ഇപ്പോൾ നമ്മൾ കുറേ തിരഞ്ഞെടുപ്പുകൾ നമ്മൾ ഇതായിട്ടുണ്ട്. പക്ഷേ അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നല്ല പ്രതികരണങ്ങളാണ് അവർ പറയുന്നത്, തരുന്നത്, അവരിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. എങ്ങനെ പോണു? ഉഷാറല്ലേ? 2 റൗണ്ട് പൂർത്തിയായി. ഇനി അവസാന ഘട്ടമാകുമ്പോൾ എന്തൊക്കെയാണ് പരിപാടികൾ? സ്റ്റാർട്ട് ചെയ്യണം. എല്ലാവരും നല്ല ആവേശത്തിലാണോ? ആവേശത്തിലാണ് എല്ലാവരും. അപ്പോൾ പ്രാവശ്യം കിട്ടുമെന്നാണ് ഉറപ്പ്. പിന്നെ സ്ഥാനാർത്ഥി നല്ല സ്ഥാനാർത്ഥിയാണ്. എല്ലാവരും ഇട്ടും നല്ല ഇടപെടാനും ഒക്കത്തിനും നല്ല ഉഷാറാണ് സ്ഥാനാർത്ഥി. അപ്പോൾ പിന്നെ ഉറപ്പായിട്ടും പ്രതീക്ഷ ഉണ്ട്. എല്ലാ വീട്ടിലും ചെല്ലുമ്പോൾ എല്ലാവർക്കും മാറ്റി ചിന്തിക്കണം എന്നുള്ളൊരു ഇതുണ്ട്.
കോട്ടക്കൽ നഗരസഭയിലെ വാർഡ് 8 കാവതികളം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷിബിലിയും പ്രവർത്തകരുമാണ് നമ്മുടെ കൂടെ ഉള്ളത്. എങ്ങനെ പോണു പ്രവർത്തനമൊക്കെ? ഉഷാറായിട്ട് പോകുന്നുണ്ട്. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കാരണം കോട്ടക്കൽ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം, ഈ കാവതികളം വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ഐക്യജനാധിപത്യ മുന്നണിയുടെ കൗൺസിലർ റംല ടീച്ചർ വളരെയധികം ക്രിയാത്മകമായ കൃത്യമായ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 5 വർഷ കാലയളവിൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു പോസിറ്റീവ് ജനങ്ങളിൽ നിന്നും തിരിച്ചും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഇത്രയധികം ഊർജ്ജവും അതുപോലെ പ്രവർത്തകർക്ക് ഊർജ്ജം തരുന്നൊരു കാര്യം. അതാണ്. വികസനമൊക്കെ എത്തിയിട്ടുണ്ടോ ഈ 5 വർഷത്തിൽ? തീർച്ചയായിട്ടും. ഇതിപ്പോൾ ഞങ്ങൾ ഇറക്കിയിട്ടുള്ള വികസന പത്രികയാണ്. ഇതിൽ പറയുന്നത് എല്ലാവർക്കും ഞങ്ങൾ വിതരണം ചെയ്ത് കഴിഞ്ഞതെന്നാണ്. ഏകദേശം കഴിഞ്ഞ 5 വർഷ കാലയളവിനുള്ളിൽ 2 കോടിയിലേറെ രൂപ വെച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വലിയൊരു ആത്മവിശ്വാസം കൂടുതൽ പകരുന്നത് ഏതൊക്കെ റോഡുകളാണോ ആസ്തിയിൽ കയറ്റിയിട്ടുള്ളത് ആ റോഡുകൾ മുഴുവനായിട്ടും നമുക്ക് വർക്ക് ചെയ്ത് അവർക്ക് കോൺക്രീറ്റിങ്ങായിട്ടും ടാറിങ്ങായിട്ടും പൂർണ്ണമായി പ്രവർത്തന സജ്ജമായി നിൽക്കുകയാണ്. ആ ഒരു സമയത്താണ് ഞങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പിന്. വാർഡിൽ കുടിവെള്ള പ്രശ്നമൊക്കെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ? കുടിവെള്ള പ്രശ്നം നമ്മൾ പ്രത്യേകിച്ചും നമ്മുടെ മുനിസിപ്പാലിറ്റി അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണത്. കാരണം നമുക്ക് സ്വന്തമായിട്ടൊരു പുഴയോ അല്ലെങ്കിൽ അത്തരമൊരു ജലസമ്പത്ത് നമുക്കില്ല എന്നുള്ളിടത്താണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുനിസിപ്പൽ തലത്തിൽ നമ്മൾ കിണർ റീചാർജിങ് അങ്ങനെ ക്രിയാത്മകമായൊരു പദ്ധതിയായിരുന്നു അത് നമ്മുടെ വാർഡിൽ നടപ്പാക്കിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഭൂജല വകുപ്പിൻ്റെ അടുത്ത് നിന്ന് നമ്മളൊരു അനുമതിക്ക് വേണ്ടി തേടിയിട്ടുണ്ടായിരുന്നു മുനിസിപ്പാലിറ്റി. പ്രത്യേകിച്ച് നമുക്കിവിടെ ഒരു ജലസമ്പത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ ചെറുകിട പദ്ധതികളാണ് നമുക്ക് ആവിഷ്കരിക്കേണ്ടത്. ഒരു കിണർ, അതിൽ നിന്നും കുറച്ച് വീടുകൾ ഉപഭോക്താക്കളാക്കി തിരഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയപ്പോൾ സംസ്ഥാന സർക്കാരിൽ നിന്നും അതിനുള്ള അനുമതി ലഭിച്ചില്ല എന്നുള്ളിടത്താണ് നമ്മുടെ അത്തരം പദ്ധതികൾ പിന്നോട്ട് വലിക്കപ്പെട്ടിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും നഗരസഭാ അധ്യക്ഷയുടെയൊക്കെ പ്രത്യേക ഇനീഷ്യേറ്റീവിൽ സ്പോൺസർമാരെ കണ്ടെത്തി നമ്മുടെ വാർഡിൽ മാത്രം ഏകദേശം 5 കുഴൽക്കിണറുകൾ അധികം നമുക്ക് കുഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും സന്തോഷകരമായൊരു കാര്യം, കുറേ കാലങ്ങളായിട്ട് പ്രതിസന്ധിയിലുണ്ടായിരുന്ന ഒരു ടാങ്ക് ഉണ്ടായിരുന്നു നമ്മളെ കോട്ടപ്പറമ്പിൽ. ഇപ്പോൾ അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അത് പൂർണ്ണമായി പൊളിച്ചു മാറ്റി പുതിയൊരു പദ്ധതി അതിന് സ്ഥലം വിട്ടു നൽകിയ ആളുകളുടെ സൗകര്യപരമായ രീതിയിൽ നമുക്ക് അത് ക്രിയാത്മകമായിട്ട് അതും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസം നമുക്ക്. ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികളൊന്നും വേണ്ട രീതിയിൽ ഈ വാർഡിൽ വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണോ പറയുന്നത്? ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ MLA കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ വാർഡിൽ നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ MLA ഇവിടെ ഫണ്ട് ചിലവാക്കിയിട്ടുണ്ട്. നമുക്ക് കോട്ടപ്പറമ്പിൽ ഒരു റോഡ്, അതുപോലെ തന്നെ ഇല്ലിക്കൽ വർഷങ്ങളായിട്ട് നമ്മൾ പ്രതിസന്ധി അനുഭവിച്ചിരുന്ന റോഡായിരുന്നു അതും ഇപ്പോൾ എന്തായി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. എന്നിരുന്നാലും നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ കോവിഡ് കാലങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുള്ള ഈ ബില്ലിൽ നമുക്ക് ഗ്രാൻഡിലൊക്കെ വന്നിട്ടുള്ള ഒരു പിടുത്തമുണ്ട്. ആ പിടുത്തം സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഐക്യജനാധിപത്യ മുന്നണിയെ തന്നെ നിങ്ങൾ മുനിസിപ്പാലിറ്റി ഏൽപ്പിക്കണമെന്ന് ഞങ്ങൾ പറയാൻ കാരണം അതിനെ കവർ ചെയ്തിട്ട് ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. എല്ലായിടത്തും വികസനം എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മളൊരു കോൺഫിഡൻസ് തന്നെയാണ്. ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമൊക്കെ നല്ല രീതിയിൽ തന്നെയാണ്. 100% ജനങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് പ്രതികരിക്കുന്നത്. കൂടുതലായിട്ട് അവരെന്താണ് ആവശ്യപ്പെടുന്നത്? ഇത്തവണ വിജയിച്ച് വരികയാണെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഈ ആവശ്യങ്ങളാണ് ഉള്ളത്, അങ്ങനെ എന്താ പറയുന്നത്? തീർച്ചയായിട്ടും നമുക്ക് എല്ലായിടത്തും ഉള്ളതുപോലെ കുടിവെള്ള പ്രശ്നം നമുക്ക് പൂർണ്ണമാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നമ്മളെ ഉള്ള പരിമിതികളിൽ നിന്നാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതൊന്നും കൂടി കൂടുതലായിട്ട് എങ്ങനെയൊക്കെ എന്നുള്ളത് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതിന് നമുക്ക് അനുയോജ്യമായ ഒരുപാട് ഘടകങ്ങൾ വരുന്നുണ്ട്. നമുക്ക് അവർക്ക് വാഗ്ദാനം നൽകാൻ പറ്റിയ ഒരുപാട് ഘടകങ്ങൾ വരുന്നുണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മുടെ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഏകദേശം 17 കോടി രൂപയോളം വകയിരുത്തിയിട്ട് ഒരു ടാങ്ക് വരാൻ പോവുകയാണ്. അത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മാറാക്കര പഞ്ചായത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ പേപ്പർ നടപടികളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതൊക്കെ പൂർത്തീകരണത്തിലേക്ക് എത്തുമ്പോൾ ഒന്നും കൂടി സുതാര്യമായിട്ട് പൈപ്പ് ലൈൻ കണക്ഷനെ നമുക്ക് എത്തിയേക്കാൻ കഴിയുമെന്നുള്ളതാണ്. അത് നമുക്ക് അവർക്ക് ഒരു പ്രതീക്ഷ നൽകാൻ കഴിയുന്ന കാര്യം. പിന്നെ എന്തൊക്കെയാണ് ഈ വാർഡിന് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ? ഞാൻ വിജയിച്ചു വരികയാണെങ്കിൽ അങ്ങനെ കുറച്ച് ഒരു വീക്ഷണം ഉണ്ടാവുമല്ലോ, എന്താണ് അങ്ങനെ? നമുക്ക് പ്രത്യേകിച്ചും എൻ്റെ ഒരു വീക്ഷണത്തിൽ ഈ
ജനങ്ങളെ കൂടുതൽ ഈ നഗരസഭയുമായി ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. കാരണം കേവലം ഒരു വികസനം എത്തുക എന്നുള്ളതിനപ്പുറം ഏതെങ്കിലും ആനുകൂല്യം പറ്റുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതൊരു കൂട്ടായ്മയാണ്. തദ്ദേശമായി നമ്മൾ ഗാന്ധിജി പറഞ്ഞ പോലെ ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ഹൃദയം എന്നൊക്കെ പറഞ്ഞ പോലെ അവരുടെ ഒരു കൂട്ടായ്മ ഇതിലേക്ക് നമ്മൾ കൊണ്ടുവരണം. പ്രത്യേകിച്ച് ഈ വാർഡ് സഭയൊക്കെയാണ് ഉദ്ദേശിച്ച്. അപ്പോൾ അത് ഒന്നും കൂടി ക്രിയാത്മകമായി നടത്തുക, അവരുടെ ആവശ്യങ്ങൾ കൂടുതലായിട്ട് അറിയുക. ഇനി എന്താണ് അവർക്ക് വേണ്ടത്, അവർക്ക് വേണ്ടതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ നേരത്തെ പ്രായഭേദമന്യേ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ആക്റ്റീവായൊരു കാവതി കൊളാവ്, അതാണ് താങ്കൾ സ്വപ്നം കാണുന്നത്? അതെ അതെ അതെ, എല്ലാവരുടെയും പ്രാതിനിധ്യമാണ് നമുക്ക് പ്രധാനമായിട്ടും ആവശ്യം. കാരണം ആര് ഭരിക്കുന്നു, ആരാൾ ഭരിക്കപ്പെടുന്നു എന്നതിനപ്പുറത്തേക്ക് എല്ലാവരും പൗരബോധം എല്ലാവരിലും എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളെ പ്രയോറിറ്റി. ഈ നിയമങ്ങളൊക്കെ എല്ലാവരെയും ഒന്ന് പഠിപ്പിക്കാൻ പ്രത്യേക ക്ലാസ്സുകളൊക്കെ വെക്കുമോ? അല്ല, നിയമങ്ങൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെ പാഠപുസ്തകങ്ങളിലൊക്കെ വേണ്ട രീതിയിൽ ഈ അവകാശങ്ങളൊന്നും കുട്ടികൾ പഠിക്കുന്ന അങ്ങനെയൊക്കെ തോന്നാറുണ്ട് ചിലപ്പോൾ. അപ്പോൾ അവർക്ക് വേണ്ടി ഈ നിയമമൊക്കെ ഒന്ന് വീട്ടിലേക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ താങ്കൾ വിജയിച്ചു വരികയാണെങ്കിൽ ചെയ്യുമോ ഈ വാർഡിൽ? അത് പലപ്പോഴും നമുക്കുള്ളൊരു തെറ്റിദ്ധാരണയാണ്. ഞാൻ ഈ നിയമത്തിലേക്ക് വരുന്നത് തന്നെ ഇത്തരം പുസ്തകത്തിൽ നിന്ന് കണ്ടിട്ടാണ്. അത് നിങ്ങളാരും പലപ്പോഴും മനസ്സിലാക്കാത്തൊരു കാര്യമാണ്. നമ്മുടെയൊക്കെ പുസ്തകങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ പൊതുവകുപ്പിൻ്റെ വിദ്യാഭ്യാസ ഇതിൻ്റെ പുസ്തകത്തിൽ ഫസ്റ്റ് നമ്മളെ ചട്ടയുടെ ആദ്യ ഭാഗങ്ങൾ വരുന്നത് നമ്മളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ ലോ പ്രൊഫഷണൽ തിരഞ്ഞെടുക്കുന്നത് എൻ്റെ ഒരു അധ്യാപകൻ ഇത് വിശദീകരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത് നല്ലൊരു സാധ്യതയെന്ന് മനസ്സിലാക്കി വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളിലേക്ക് കൂടുതൽ നിയമങ്ങൾ അറിയേണ്ടതുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ സോഷ്യൽ മീഡിയ യുഗത്തിൽ എല്ലാവരും കൂടുതലായിട്ട് ലോയിലേക്ക് ഇൻവോൾവ് ആയി. ഏതൊരു കാര്യമാണെങ്കിലും പ്രത്യേകിച്ച് AI പോലെയുള്ള സംവിധാനം വന്നോട് കൂടിയിട്ട് ആ പ്രതിസന്ധി തരണം ചെയ്യും. മനുഷ്യനല്ലേ, എന്തായാലും മുന്നോട്ട് വരും. എന്താ പറയാനുള്ളത്? വോട്ടർമാരുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണമൊക്കെ എങ്ങനെയാണ്? നല്ല പ്രതികരണമാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഒരു ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു കോട്ടയാണ്. ഓൾറെഡി ഈ വാർഡ് നിലവിൽ വന്ന അന്ന് മുതൽ തന്നെ ഇതിനു മുമ്പും വലിയ ഭൂപ്രകൃതിപരമായിട്ട് വലിയ മാറ്റമൊന്നുമില്ല. ഇപ്പോഴും ഒരു മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിയെ പിന്തുണക്കുന്ന നിഷ്പക്ഷരായ കുറേ ആളുകളുടെ ഒരു ഏരിയയാണ്. അതുകൊണ്ട് പൂർണ്ണമായും സമ്പൂർണ്ണമായ വിജയമായിരിക്കും, ആധികാരികമായ വിജയമായിരിക്കും. ഇപ്പോൾ ഞങ്ങൾ ഇത്രയും പ്രവർത്തനത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്, ഞങ്ങൾ ഇവിടുത്തെ വീട്ടുകാർ അല്ലെങ്കിൽ ഇവിടെ വോട്ടർമാരുടെ മുമ്പിൽ ഞങ്ങൾ പുതിയ ആളുകളല്ല. ഞങ്ങൾ അവരുടെ എല്ലാ സുഖത്തിലും ദുഃഖത്തിലും ഞങ്ങൾ എല്ലാ സമയത്തും അവരുടെ കൂടെയുള്ള ആളുകളാണ്. മറ്റു പാർട്ടിക്കാരെ പോലെ ഞങ്ങൾ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് നോട്ടീസായിട്ട് ചെല്ലുക, വോട്ട് ചെയ്യണമെന്ന് പറയുന്ന ആളുകളല്ല ഞങ്ങൾ അവരുടെ എല്ലാ കാര്യത്തിലും ഈ 5 വർഷം എന്നല്ല, ഞങ്ങൾ എല്ലാ കാര്യത്തിലും അവരെ കുടുംബം പോലെ ഞങ്ങൾ അവരുടെ ഒരു മെമ്പർ പോലെ അവരുടെ വീട്ടിലെ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ആളുകളായതുകൊണ്ട് തീർച്ചയായും ജനങ്ങൾ ഞങ്ങളുടെ കൂടെയാണ്. അതുകൊണ്ട് ആ വിധിയെഴുത്ത് ഞങ്ങൾക്ക് അനുകൂലമാവും. അത് മഹാഭൂരിപക്ഷത്തിനായിരിക്കും ഇപ്രാവശ്യം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെപ്പറ്റി ഞങ്ങൾ പറയുകയാണെങ്കിൽ, ഈ കൊറോണ കാലം വന്നു, അതാണല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വലിയ ദുരിതം സൃഷ്ടിച്ചത്. ഈ കൊറോണ കാലത്ത് ഈ വാർഡിൽ ഏറ്റവും നന്നായി ജനങ്ങൾക്ക് സേവനം ചെയ്തൊരു വ്യക്തിയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിനെ നിർത്തിയിട്ടുള്ളത്. ഏകദേശം നമ്മുടെ നാട്ടിൽ കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും കൂടുതൽ കൊറോണ ബാധിച്ച് മരിച്ചൊരു നാട് കാവതികളാണ്. ഏകദേശം 7ഓളം പേര് മരിച്ചിട്ടുണ്ട്. ഈ 7ഓളം ആളുടെ മരണവുമായി ബന്ധപ്പെട്ട എല്ലാ കർമ്മങ്ങളും കബറടക്കങ്ങളും എല്ലാറ്റിനും നേതൃത്വം കൊടുത്തത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ്. അത് ഞങ്ങൾക്കൊരു അഭിമാനമാണ്. കാരണം അവൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആളുകൾ അറിഞ്ഞതാണ്, തൊട്ടറിഞ്ഞതാണ്. ഓരോ വീട്ടിലും കൊറോണ ബാധിച്ച രോഗികളെ പരിചരിക്കുന്നതിലും അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിലും അങ്ങനെ എല്ലാ കാര്യത്തിലും ഇടപഴകിയ ഒരാൾ കൂടിയാണ് ഞങ്ങളെ സ്ഥാനാർത്ഥി എന്നുള്ളതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അതുകൊണ്ട് ജനങ്ങളെല്ലാവരും ഞങ്ങളെ സ്ഥാനാർത്ഥിനെ മനസ്സറിഞ്ഞ ആളായതുകൊണ്ട് ഞങ്ങൾക്ക് 100% വമ്പിച്ചൊരു ഭൂരിപക്ഷം ഞങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഷുവറാണ്. അതിൽ യാതൊരു സംശയവുമില്ല. വികസനമൊക്കെ എല്ലാ രീതിയിലും ഇപ്പോൾ ഈ ആരോഗ്യ കേന്ദ്രങ്ങൾ, ഈ കൊറോണയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ചോദിക്കുക, ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ ഇവിടെ നന്നായി വാർഡിൽ പ്രവർത്തിക്കുന്നുണ്ടോ? അത് ഇനി ഒരു ആവശ്യമായിട്ടുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട്. ആരോഗ്യപരമായ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആളുകളുടെ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കുള്ള മരുന്ന് കൊടുക്കൽ എല്ലാ ചൊവ്വാഴ്ചയും ഡോക്ടറെ എത്തിച്ചിട്ട് അവരെ പരിശോധന കാര്യങ്ങളെല്ലാം അതിൻ്റെ ക്രമപ്രകാരം ഞങ്ങൾ നടത്താറുണ്ട്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതേപോലെ പെൻഷൻ്റെ കാര്യമാണെങ്കിൽ അർഹിച്ച ആളുകളിലേക്ക് പെൻഷന് എല്ലാം ഈ വാർഡിൽ കഴിഞ്ഞ് ഞങ്ങൾക്കിപ്പോൾ ഒന്നാമത്തെ ഞങ്ങളുടെ ഒരു മെയിൻ നേട്ടം എന്ന് പറയുന്നത് ഞങ്ങളുടെ മുൻ കൗൺസിലർ നല്ല രീതിയിൽ ഈ വാർഡിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു എഫക്റ്റ് കൂടി ഞങ്ങൾക്ക്, അതിൻ്റെ ഒരു റിസൾട്ട് കൂടിയാണ് ഞങ്ങൾക്ക് ഈ പ്രാവശ്യം കിട്ടാൻ പോകുന്നത്. കാരണം എല്ലാവരും സംതൃപ്തരാണ് മുൻ കൗൺസിലറെ കുറിച്ച്. അപ്പോൾ അതിനൊരു തുടർച്ചയാണ് ഞങ്ങൾ പറയുന്നത്. അത്രയേ ഉള്ളൂ. എന്താ പറയാനുള്ളത്? എങ്ങനെയുണ്ട് പ്രചരണമൊക്കെ? ഒരു ഘട്ടമൊക്കെ കഴിഞ്ഞോ? പ്രചരണം എന്ന് പറഞ്ഞാൽ വളരെ മികച്ച രീതിയിലാണ് പ്രചരണം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവസാന നാളുകളിലേക്ക് ആൾറെഡി നമ്മൾ ഏകദേശം ഒരു 2 റൗണ്ട് 3 റൗണ്ട് വീടുകൾ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവസാന ഘട്ടത്തിലേക്ക് നാളെ സൺഡേ അവസാന ഞായറാഴ്ചയാണ്
അവിടെ ഒരു ഗംഭീരമായിട്ടുള്ള എല്ലാവരും ഒരുമിച്ച് കൂട്ടിയുള്ള ഒരു പ്രചരണം നാളെ ക്യാമ്പയിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തായാലും ഇലക്ഷൻ അന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തായാലും ഒരു റിസൾട്ട് വ്യക്തമായിട്ടൊരു ഭൂരിപക്ഷത്തിൽ ഐക്യജനാധിപത്യ സ്ഥാനാർത്ഥി വിജയിക്കും എന്ന് നമുക്ക് അതിൽ ഒരു സംശയമില്ല. 100% ഉറപ്പാണ്. എങ്ങനെയുണ്ട് കാവതിവളം വാർഡിലെ ഒരു പ്രവർത്തനമൊക്കെ, വികസനമൊക്കെ നല്ല രീതിയിൽ എത്തിയിട്ടുണ്ടോ? വികസനം കഴിഞ്ഞ 5 വർഷക്കാലം നമ്മൾ ടീച്ചർ വളരെ ഉത്സാഹം നടത്തിയിട്ടുണ്ട്. എല്ലാം പോസിറ്റീവായിട്ടുണ്ടാവും. ഷിബിൽ ജയിക്കും, 100% ജയിക്കും. കുറച്ച് വിശ്വാസത്തിലാണ്. കുറച്ച് വിശ്വാസമാണ്. അത്രയും വികസനങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. സ്ഥാനാർത്ഥികൾക്കായിട്ട് ഷൈനെക്സ് നൽകുന്ന ഒരു സമ്മാനമാണ്. ആശംസകൾ നേരുന്നു. പക്ഷമറിയാൻ, ജനപക്ഷമറിയാൻ നവാവിഷൻ ഒരുക്കുന്ന നമ്മുടെ ചിഹ്നം പടയൊരുക്കം ഇന്നിവിടെ പൂർണ്ണമാകുന്നു. നാളെ നമുക്ക് മറ്റു വാർഡുകളിലൂടെ യാത്ര തുടരാം.